വന്നില്ലേ? റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ് വന്നല്ലോ, മെസ്സേജ് വന്നു. പുഷ്പ സുബ്രുജി പ്രേയർ ചൊല്ലിക്കോളൂ. വസുദേവസുതം ദേവം കൗസചാണൂരമർദ്ദനം പരമാനന്ദം കൃഷ്ണോ വന്ദേ ജഗദ്ഗുരും ശ്രീകൃഷ്ണോ വന്ദേ ജഗദ്ഗുരും. ദീപ് പ്രജ്വലൻ പോവാം. ലുലിതമകരന്തോ മധുകരൈഃ करैरिन्दोरन्तश्छुरित इव संभिन्नमुकुलः विधत्तां सिद्धिन्नो नयनसुभगामस्य सदसः प्रकीर्णः पुष्पाणां हरिचरणयोरञ्जलिरयम् शरदिन्दुनिभां शुभ्रवस्त्रैरलङ्कृतां कलहंसकृतावासां वरदां शारदां नुमः वरदां शारदां नुमः. അത് ലക്ഷ്മി ദേവിജിയാണ് ദീപ് പ്രജ്വലൻ ചെയ്തത്. അടുത്തത് ഗണേഷ് വന്ദന സീമാജി. ജോയിൻ ചെയ്തിട്ടില്ലല്ലോ. സീമാജി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹരി ഓം. പ്രഭോ ഗണപതേ പരിപൂരണ വാഴ്വരുൾ വായേ പ്രഭു ഗണപതേ പരിപൂരണ വാഴ്വരുൾ വായേ പ്രഭു ഗണപതേ ഗണപതേ ഗണപതേ. താഴ്ந்து வணங்கி துதி பாடி ஆடியுந்தன் சன்னதி சரணடே லோமே. தாழ்ந்து வணங்கி துதி பாடி ஆடியுந்தன் சன்னதி சரணடே லோமே. ശാന്ത സിദ്ധ സൗഭാഗ്യങ്ങൾ യാവയും തന്തരുൾ സദ്ഗുരു നീയേ. ശാന്ത സിദ്ധ സൗഭാഗ്യങ്ങൾ യാവയും തന്തരുൾ സദ്ഗുരു നീയേ പ്രഭു ഗണപതേ പരിപൂരണ വാഴ്വരുൾ വായേ പ്രഭു ഗണപതേ ഗണപതേ ഗണപതേ. വണ്ടർഫുൾ. ചേച്ചി ലതികാജി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
നമുക്ക് അടുത്തത് സരസ്വതി വന്ദന ചെയ്യാം. സുമാ നായർജി. സുമാജി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജയ് ശ്രീകൃഷ്ണ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശാരദാ ശാരദാംബോജവദന വദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം കുരു. യാ കുദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാ വരദണ്ഡമണ്ഡിതകര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രതിഭിർദേവേ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാ. അനിത ചേച്ചി വളരെ നന്നായിരുന്നു കേട്ടോ സുമാജി. അനിത ചേച്ചി ലതിക ചേച്ചി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ. ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. നമ്മുടെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ ഈ L1 ഗ്രൂപ്പിന്റെ പരിസമാപ്തി വേളയില് വളരെ നന്നായി ദൈവങ്ങളെ എല്ലാം ആദരിച്ചുകൊണ്ട് അതുപോലെ എല്ലാ ഗുരുനാഥന്മാരെയും ആദരിച്ചുകൊണ്ട് നമ്മള് വളരെ നന്നായി ഒരു കുറച്ചു നേരം ഒത്തുകൂടി വളരെ നന്നായി ഒന്ന് ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ തദവസരത്തിൽ നമുക്ക് ചേർന്നിരിക്കുന്നത് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള അതുപോലെ ഗീതാ പരിവാറിലെ സ്തുത്യർഹമായിട്ടുള്ള ഒരു പദവി തന്നെ വഹിക്കുന്ന ലതികാമാവാണ്. ലതികാമാവിന്റെ കഴിവുകളെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഇതിനകം തന്നെ അറിയാവുന്നതാണ്. അപ്പം ലതികാജിയെ ഞാൻ നമ്മുടെ ഈ വിശേഷ അവസരത്തിൽ ഗീതാ പരിവാറിനെ കുറിച്ച് പറയുന്നതിനും അതുപോലെ നിങ്ങളെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഒരു എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ലതികാജിയെ ക്ഷണിക്കുന്നു. പിന്നെ ഒപ്പം തന്നെ നമ്മളെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. CTG നിങ്ങൾക്ക് അറിയാവുന്നതാണ്. CTGയുടെ പ്രാഗൽഭ്യം എന്തുമാത്രം ഉണ്ടെന്ന്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ ഭഗവത്ഗീത എന്താണെന്നും അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന വളരെ വിശിഷ്ട വ്യക്തിത്വമാണ് നമ്മുടെ CTGക്കുള്ളത്. അതുപോലെ ടെക്ജി ഇല്ല എങ്കില്, സാരഥി ഇല്ല എങ്കില് ഇവിടെ യുദ്ധം അർജുനനെ ജയിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ടെക്ജി ഇല്ല എങ്കിൽ CTGക്ക് വളരെ നന്നായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ടെക്ജി ഏറ്റവും അധികം സ്തുത്യർഹമായിട്ടുള്ള വ്യക്തിയാണ്. ഒപ്പം തന്നെ നമ്മുടെ CTGയുടെ സഹായിയായിട്ടുള്ള ITGയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും വിശേഷപ്പെട്ട വ്യക്തികൾ ആരാണ്? നമ്മുടെ സാധകരാണ്. സാധകരെ എല്ലാവരെയും ഞാൻ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എന്നെ കുറിച്ച് ഞാൻ പറയാം. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഗീതാ പരിവാറിൽ എത്തിയത്, ഗീതാ പരിവാർ എന്താണെന്ന് ഗീത പഠിക്കാൻ വേണ്ടിയാണ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാല് എന്തോ സേവനം ചെയ്യാനുള്ള ഒന്നാണ് എന്ന് വിചാരിച്ചാണ് ഞാൻ ഗീതാ പരിവാറിൽ എത്തിയത്. അപ്പൊ ഗീതാ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനുപരിയായിട്ട് ഞാൻ ആദ്യം തന്നെ ചേർന്നത് ടെക് GC എന്നുള്ള പ്രവർത്തന മേഖലയിലേക്കാണ്. അപ്പൊ ഈ ടെക് GCയുടെ ആ റോളില് നമുക്ക് ഭഗവത്ഗീത എന്തുമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്ക് വളരെ മനസ്സിലായി. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ ഗീത സേവ ചെയ്യുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത് മുമ്പോട്ട് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് വളരെ നല്ലൊരു സേവനമാണ്. എനിക്ക് നമ്മൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതാ പരിവാറില് ഫസ്റ്റ് പഠിക്കുന്നത് എന്താണ്? സമയനിഷ്ഠയാണ്. ഈ 40 മിനിറ്റ് കൊണ്ട് എന്തുമാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന ഗീതാ പരിവാർ കാണിച്ചു തരുവാണ്. അപ്പൊ സമയനിഷ്ഠയുള്ള ഒരു വ്യക്തിയായി തീരുന്നതിനും അതുപോലെ പ്രായാധിക്യമുള്ളവർക്ക് അവർക്ക് വന്നുകൂടുന്ന അസുഖങ്ങളുടെ ഒരു പരിധി വരെ തടയുന്നതിനും എല്ലാം ഗീതാ പരിവാർ സഹായിക്കുന്നുണ്ട്. ഞാൻ ലതികാജിയെ എന്റെയും അതുപോലെ ഗീതാ പരിവാറിന്റെയും ഈ കൂട്ടായ്മയുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലതികാജി നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. വർണ്ണിച്ചതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ.
എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യണേ. പേരൊന്നും വിളിച്ചു പറയണ്ടല്ലോ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്യും. എന്നാലും എനിക്ക് ആരൊക്കെ ഉള്ളതെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് വീഡിയോ ചെയ്യും. രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, നമ്മളിപ്പോ ഗുരുവായൂർ ഏപ്രിൽ 5-ാം തീയതി നമ്മുടെ കുറെ പേര് ഒത്തുകൂടുകയാണ്. സാധിക്കുന്നവരൊക്കെ എത്തണം അവിടെ. കാരണം ആദ്യമായിട്ടാണ് കേരളത്തിൽ വെച്ച് നമ്മളൊരു മൈത്രി മിലൻ അല്ലെങ്കിൽ ഒരു 18 അധ്യായവും ഗീതാ പരിവാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അപ്പൊ അന്ന് 18 അധ്യായവും ആചാര്യന്മാർ വായിക്കും, ഒപ്പം നമുക്ക് വായിക്കാം. അത് കേൾക്കാം. അത് എവിടെ വെച്ചാണ്? ഭഗവാന്റെ സന്നിധിയിൽ വെച്ചാണ്, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച്. അങ്ങനെ ഒരു ഭാഗ്യമുള്ളതാണ്. അപ്പൊ അന്ന് അവിടെ വരുമ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് മുഖച്ഛായൊക്കെ എന്ന് അറിഞ്ഞാലല്ലേ ആരാണെന്നൊക്കെ കുറച്ചെങ്കിലും ഒന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി അഥവാ ഞങ്ങൾ മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് എന്താ വെച്ചാൽ ദിവസം കണ്ട് പരിചയമുള്ള ഞങ്ങളുടെ മുഖം കണ്ട് തിരിച്ചു വന്ന് എല്ലാവരും പരിചയപ്പെടാൻ കാരണം, ഞാൻ പറഞ്ഞത് അതിനാണ് ഒരു കാരണം പറഞ്ഞത്, നമ്മളെല്ലാം വിഷ്ണു ഭക്തന്മാരാണ്. അപ്പൊ വിഷ്ണു ഭക്തരെല്ലാവരും തമ്മിൽ റിലേറ്റീവ്സ് ആണ്. നമ്മളൊക്കെ ഒരു കുടുംബാംഗങ്ങളാണ്, ഗീതാ പരിവാറിലെ കുടുംബാംഗങ്ങൾ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു റിലേറ്റീവ് ആണ്, നിങ്ങളുടെയൊക്കെ ഒരു ബന്ധുവാണ്, ശ്രീകൃഷ്ണന്റെ ഫോളോവർ ആയിട്ടുള്ള ഒരാള് കേട്ടോ. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ബാക്കി അനിതാജി പറഞ്ഞതൊക്കെ വെറുതെയാണ് കേട്ടോ, അതൊന്നുമല്ല. നമ്മളുടെ ഒരാളുണ്ട്. എല്ലാം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇനി നിങ്ങളോട് കുറച്ചു നേരം ഒരു 5 മിനിറ്റ് ഞാൻ സംസാരിക്കും. ദയവ് ചെയ്ത് ആവർത്തനമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ചു പേരൊക്കെ പെബീനാജി, പ്രീതാജി ഒക്കെ അനിതാജി ഒക്കെ ചിലപ്പോൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ദയവ് ചെയ്ത് അവരും കൂടെ ക്ഷമിക്കുക. കാരണം നിങ്ങൾ തുടക്കക്കാരാണ്, ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഭഗവത്ഗീത പഠിക്കാൻ ഒരു അവസരം കിട്ടണമെങ്കിൽ യോഗം വേണം, ഭാഗ്യം വേണം, തീർച്ചയായിട്ടും വേണം. നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര പ്രാവശ്യം ഉദ്യമിച്ചാലും അത് പഠിക്കാൻ, അതിലേക്ക് അങ്ങ് എത്തിച്ചേരാനായിട്ട്, അത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് ഭാഗ്യം കൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം കേരളത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ നമുക്ക് ഇതൊന്നും പോയി പഠിക്കാനായിട്ടുള്ള അവസരങ്ങളില്ല. അത് ഒരുപാട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ ഒരു മതഗ്രന്ഥവും പഠിക്കാൻ സാധിക്കില്ല. മറ്റുള്ളിടത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട്, പിന്നെ രണ്ടാമത് ഇതിൽ തന്നെ ഇരിക്കുന്നതിൽ ഏറ്റവും അധികം സ്ത്രീജനങ്ങളാണ്. അപ്പൊ അവർക്ക് ദിവസേന കാലത്തെ എണീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സമയം, പ്രത്യേക സമയം പറഞ്ഞ ആ സമയത്ത് ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് ഭഗവത്ഗീത പഠിക്കുക എന്നുള്ളതിന് പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിപ്പോ എന്താ വെച്ചാൽ വെളുപ്പിന് 5 മണി തുടങ്ങി രാത്രി 11 മണി വരെ നമുക്ക് സൗകര്യപ്രദമായ ഒരു 40 മിനിറ്റ് എപ്പോഴാണ് സൗകര്യമുള്ള വിവിധ സമയങ്ങളുണ്ട്. ആ വിവിധ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഭഗവത്ഗീതയിലെ 3 ശ്ലോകങ്ങൾ വെച്ച് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുകയാണ്. അത് ഉച്ചരിക്കാനായിട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാം, നമുക്ക് ആയിരക്കണക്കിന് ഋഷിമാർ ഇപ്പോൾ ഉള്ളതെല്ലാം പറഞ്ഞ ഋഷിമാരുണ്ടായിരുന്ന ഒരു പുണ്യഭൂമിയാണ് നമ്മുടെ ഭാരതം. ആയിരക്കണക്കിന് ഋഷിമാരും 10,000കണക്കിന് അമൂല്യ ഗ്രന്ഥങ്ങളും, അതായത് ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളും 30 കോടി ദേവകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര സമ്പന്നമാണ് അല്ലെ. നമ്മളല്ലാതെ കണ്ട് ഒരേ ഒരു ദൈവം എന്ന് പറയുന്നില്ല. കാരണം നമുക്ക് വൃക്ഷങ്ങളും സകല ചരാചരങ്ങളും, നദികളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും പർവ്വതങ്ങളാണെങ്കിലും എല്ലാ ജീവജാലങ്ങളും ഈശ്വരനാണ് എന്നുള്ള ഈശ്വര സങ്കല്പമാണുള്ളത്. അപ്പൊ നമുക്ക് 30 കോടി ദൈവങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ആരും പറയില്ലാണ്ട് ഒരു ദൈവമേ ഉള്ളൂ എന്ന് നമ്മൾ പറയില്ല. ഒരുപക്ഷെ ഇതിനെല്ലാം കൂടി കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ട് നടക്കുന്ന ഒരു ശക്തി ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന സർവ്വചരാചരങ്ങളിലും ഈശ്വരനുണ്ട്. അപ്പൊ നിങ്ങളിലും എന്നിലും ഒക്കെ ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ട്. അത് ജീവാത്മാവ്, പരമാത്മാവ് എന്ന് നിങ്ങൾ ഇനി വരും അധ്യായങ്ങളിലൊക്കെ ആയിട്ട് പഠിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വലിയ സങ്കല്പമുള്ള ആളുകളാണ് നമ്മൾ. അങ്ങനെ ഒരു പുണ്യഭൂമിയിൽ ജനിച്ചവരാണ്. അപ്പൊ നമുക്ക് 4 വേദങ്ങളുണ്ട് അടിസ്ഥാനമായിട്ട്. നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ 4 വേദങ്ങളുണ്ട്, 108 ഉപനിഷത്തുക്കളുണ്ട്, 18 പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്. അതുകൂടാതെ ഭാഗവതം, നാരായണീയം, ജ്ഞാനപ്പാന, ലളിതാ സഹസ്രനാമം, ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വേറെയുണ്ട് ഇല്ലേ. ഇതെല്ലാം കൂടി നമ്മളൊന്ന് പഠിക്കണമെന്ന് ആലോചിച്ച് നോക്കും. സഹസ്രനാമങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു ദൈവത്തിന് അറിയാമോ? വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, അങ്ങനെ സഹസ്രനാമങ്ങൾ നമുക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ, ഒന്ന് വായിച്ചു പോലും നോക്കണമെങ്കിൽ ഒരു ജന്മം പോരാ. അപ്പൊ നമുക്ക് അതെല്ലാം കാച്ചിക്കുറിക്കയിലെ എസൻസ്, അതിൽ നിന്നുള്ള തത്വങ്ങളെല്ലാം എസൻസ് ആയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വന്തം വായിൽ കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ചുണ്ടുകൾ കൊണ്ട് അർജുനനോട് ഉച്ചരിക്കുന്ന വിധം നമുക്ക് പകർന്ന് 700 ശ്ലോകങ്ങളിലായി 18 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു തരുമ്പോൾ അതെങ്കിലും സ്വാംശീകരിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് വേണ്ടേ? ഇല്ലെങ്കിൽ എന്താ നമ്മുടെ ജന്മം എങ്ങനെയാ സഫലമാവുക അല്ലെ. പ്രത്യേകിച്ചും ഇപ്പൊ 4ാമത്തെ യുഗമാണ് കഴിയുന്നത്. സത്യയുഗം എന്ന് പറഞ്ഞ യുഗം ഉണ്ടായിരുന്നു. അന്ന് ഒരു അധർമ്മവും ഇല്ലാതെ കൊണ്ട് വളരെ സമ്പൽ സമൃദ്ധമായിട്ട്, ഇത് ഒരു തിന്മയും ഇല്ലാത്തൊരു ലോകം ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാം. ഇനി അത് മിത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാലും അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം.
എന്നാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് പോലും ഇപ്പൊ ഓരോരുത്തർ അന്വേഷിച്ച് വരുന്നത്. ഇപ്പൊ പുനർജന്മം ഉണ്ട് എന്നൊക്കെ ഓരോരുത്തർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് വിദേശികൾ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുള്ളൂ കേട്ടോ. അത് കാരണം കൊണ്ട് ഇപ്പൊ അത് സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സത്യയുഗം എന്ന് പറഞ്ഞ യുഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേശ്ശെ അധർമ്മം, സ്വാർത്ഥത ഒക്കെ വന്നാണ് ത്രേതായുഗത്തിലേക്ക് എത്തി. ത്രേതായുഗത്തിലെത്തി ഇപ്പൊ മനുഷ്യന്റെ ആയുസ്സൊക്കെ കുറഞ്ഞു. പണ്ട് 120 വയസ്സ് അല്ലെങ്കിൽ 200 വയസ്സ് വരെയൊക്കെ അല്ലെങ്കിൽ എത്രയോ കാലങ്ങളൊക്കെ ആളുകൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ത്രേതായുഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും അത് കുറഞ്ഞു തുടങ്ങി, അധർമ്മങ്ങളും ഉണ്ടായി തുടങ്ങി. അത് കഴിഞ്ഞ് ദ്വാപര യുഗത്തിലേക്ക് വന്നു. ദ്വാപര യുഗത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കൂടി അധർമ്മം വർദ്ധിച്ചു. ഇപ്പോഴാണെങ്കിലോ എവിടെ തിരിഞ്ഞാലും അധർമ്മം കാണുന്നതും കേൾക്കുന്നതും അല്ലെ. നിങ്ങൾ നോക്കിക്കോളൂ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ കാണരുത് എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കാത്തതും കേൾക്കാൻ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൽ, എല്ലായിടത്തും ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം കേരളം ഈശ്വരന്റെ ഭൂമി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭൂമി എന്നാണ് പറയുന്നത്. ഇപ്പൊ അങ്ങനെ എല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കാണ്. നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? മാതാ പിതാ ഗുരു ദൈവം. ഇപ്പൊ മാതാവിനെ കുത്തിക്കൊല്ലുന്നു, ഗുരുവിനെ റിട്ടയർ ചെയ്യുമ്പോൾ ശവമഞ്ചം ഒരുക്കുന്നു അല്ലെ, കൂടെ പഠിക്കുന്ന സഹപാഠിയും കൊല്ലുന്നു അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നു. ഒന്നും മടിക്കാത്ത അല്ലെങ്കിൽ എന്തെല്ലാം ഇതുകൾ കേൾക്കും. നിങ്ങൾ ഓരോ ദിവസത്തെയും വാർത്തകൾ വെറുതെ കുറച്ചു നേരം കേൾക്കരുത് കേട്ടോ. നമ്മൾ അവസാനം മാനസിക രോഗികളായി പോകും. വാർത്തകള് ജസ്റ്റ് ഒന്ന് കേൾക്കുമ്പോൾ പോലും സത്യത്തില് അത്ര അപജയമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, ഇപ്പോ കലിയുഗമാണ്. കലിയുഗത്തിൽ നിന്ന് കലിയുഗത്തിന് 2 ഗുണമുണ്ട്. ഒന്ന് എന്താണ്, കുന്തിദേവി പറഞ്ഞതുപോലെ ഭഗവാനെ എനിക്ക് ദുഃഖം തരൂ, അപ്പോഴേ ഞാൻ ഭഗവാനെ പിന്നെയും വിളിക്കുക എന്നുള്ള പോലെ ഈ കലിയുഗത്തില് അധർമ്മം ഇങ്ങനെ പെരുകി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നാമം ജപിക്കും. എപ്പോഴും നാമം ജപിക്കാം. നാരായണ 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 എന്ന് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. വേറെ യാതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നാമം ജപിക്കുക, ഇത് ആധ്യാത്മികമായി ചിന്തിക്കുക, കഴിയുന്നതും ആരും ഉപദ്രവിക്കരുത് നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കുക. ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും ആരും മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ ഒരാളും നമ്മൾ ദ്രോഹിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുക. അതാണ് ഈ കലിയുഗം താണ്ടാനുള്ള ഒരു വഴി, നാമജപമാണ്. അപ്പോൾ അതിന് ഉള്ള ഒരു ഈ ഭഗവത്ഗീത പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഇതിനൊക്കെ വഴികളുണ്ട് എല്ലാത്തിനും. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ 12ാം അധ്യായം തന്നെ നിങ്ങളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള 12ാം അധ്യായത്തിലെ അർത്ഥങ്ങളൊന്നും ആലോചിച്ചാൽ അറിയാം. എങ്ങനെയാ പറയുന്നത്? ശത്രുവും മിത്രവും ഒരുപോലെ കാണുക, മാനവും അപമാനവും ഒരുപോലെ എടുക്കുക, ദുഃഖവും സുഖവും ഒരുപോലെ എടുക്കുക, നിർമ്മമമായി ജീവിക്കുക, ക്ഷമ. ഇത് കുട്ടിക്കാലത്തോട് ഞാൻ കേൾക്കുന്നത് എനിക്ക് നേരത്തെ ഇല്ലാതിരുന്നാണ്. ഞാൻ ഈ 12ാം അധ്യായം പഠിച്ച പിന്നെയാണ് ക്ഷമ എന്നൊരു വലിയൊരു ആയുധമാണ്. തീർച്ചയായിട്ടും നല്ലൊരു ആയുധമാണ്. അതിലും വലിയൊരു ആയുധം ഇല്ല. ക്ഷമിക്കുക, സഹിക്കുക. ആ സഹനത്തിന് പണ്ട് പറയില്ലേ, ഭൂമിദേവിയെ പോലെ ക്ഷമ ഉണ്ടാവണം എന്ന് പറയും. കാരണം എന്താ, നമ്മൾ ചവിട്ടി വെച്ചാലും ഭൂമിദേവി പ്രതികരിക്കില്ല എന്ന് പറയും. ഇപ്പൊ പ്രതികരിച്ചു തുടങ്ങിയിട്ടോ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഭൂമിദേവി ചവിട്ടല്ല ചെയ്യണ, വെട്ടി മാറ്റുകയാണ് ഓരോ സ്ഥലങ്ങള്. അപ്പോഴാണ് പ്രളയങ്ങളും ഇതൊക്കെ ഉണ്ടാവണേ. ഭൂമിയിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ അടർന്നുകൾ വീഴുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാ. അപ്പോ അങ്ങനെയുള്ളൊരു ലോകത്ത് ജീവിക്കുന്ന നമുക്ക് പറ്റുന്ന സാധാരണ മനുഷ്യന്മാർക്ക് പറ്റുന്ന ഒരു കാര്യം നാമം ജപിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഭഗവത്ഗീതയിൽ ഇതിനെല്ലാം ദിശാബോധം നൽകാനായിട്ടുള്ള എല്ലാത്തരം ആളുകൾക്കുമുള്ള ദിശാബോധം നൽകുന്നതായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഉള്ളത്. അപ്പൊ ആദ്യം നിങ്ങളത് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു വേദങ്ങളെ പറ്റി. അതിൽ വേദാംഗങ്ങൾ എന്ന് പറഞ്ഞ 6 ഉണ്ട്. അതിലാദ്യം പറയുന്നത് ശിക്ഷ എന്നാണ്. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക എന്നാണ്. ശരിയായിട്ട് ഉച്ചരിക്കുക. തെറ്റായിട്ടൊരു ശ്ലോകം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഫലം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചിലപ്പോ ഒക്കെ വിപരീത ഫലം ഉണ്ടാവാം. നമ്മൾ കേട്ടല്ലേ, കുംഭകർണന്റെ ഒക്കെ തപസ് ചെയ്തിരുന്ന സമയത്ത് ഇങ്ങനെ നിദ്ര ആഗ്രഹിച്ചിട്ടാണ് 6 മാസം നിദ്ര കിട്ടി, അനുഗ്രഹമായിട്ട് കിട്ടിയിരുന്നത്. അപ്പൊ ചിലപ്പോൾ നാക്കൊന്ന് ഒളുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യമാണ് നമുക്ക് അനുഗ്രഹമായിട്ട് വരിക. അതുകൊണ്ട് ശരിയായിട്ട് ഉച്ചരിക്കാൻ പഠിപ്പിക്കലാണ് ഗീതാ പരിവാർ ആസൂത്രണം ചെയ്ത് നടക്കുന്നത്. 1986 ഗോവിന്ദ്ജി എന്ന് പറഞ്ഞിട്ട് ഒരു മഹാത്മാവാണ്, സന്യാസിയാണ്. അദ്ദേഹമാണ് ഇതിനൊരു രൂപകൽപ്പന തുടങ്ങിയത്. അത്രയും വർഷങ്ങളായി. പതുക്കെ ആദ്യമൊന്നും മലയാളം ഉണ്ടായിരുന്നില്ല. പതുക്കെ മലയാളത്തിലും ക്ലാസ്സുകൾ തുടങ്ങി. അതിന്റെയൊക്കെ തുടക്ക ഭാഗത്തൊക്കെ നമുക്ക് അർത്ഥമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ശ്ലോകങ്ങൾ മാത്രം മലയാളീകരിച്ച് കിട്ടി. പിന്നെ അതിന്റെ പുസ്തകങ്ങളായി. ഇപ്പൊ നിങ്ങൾക്ക് ദിവസം അന്നന്ന് പഠിക്കുന്ന ശ്ലോകങ്ങളുടെ 3 അർത്ഥം, സാമാന്യ അർത്ഥം നമ്മൾ ഇട്ട് തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ശനി ഞായർ ദിവസങ്ങളിൽ വ്യാഖ്യാന ക്ലാസ്സുകളുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ഇപ്പോൾ ഉള്ളത്. അധികം താമസിക്കാതെ മലയാളത്തിലും വ്യാഖ്യാന ക്ലാസ് വരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു, നടക്കുന്നു വിചാരിക്കുകയാണ്. അതിനുവേണ്ടി കുറെ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത്രയും ജ്ഞാനികളായിട്ടുള്ള കുറെ ആളുകളെ കിട്ടിയാലേ നടത്താൻ പറ്റുള്ളൂ. അതാണ് ഒരു തടസ്സമുള്ളത്. അപ്പം അങ്ങനെ ഭഗവത്ഗീത എല്ലാവരിലേക്കും ഓരോ വ്യക്തിയിലും ഓരോ വീട്ടിലും എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് നമ്മള് ഗീതാ പരിവാർ ചെയ്യുന്നത്. അപ്പൊ അതിലൊരു തരിയായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒക്കെ മാറാൻ പറ്റുന്നത് തന്നെ ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ യോഗം ആയിട്ടാണ് കരുതേണ്ടത്.
ഇനി ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ളതിനെ കൂടാതെ ഉണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിന്റെ സാഹചര്യം നമ്മളിത് ഉറക്കം നാമം ജപിക്കുക. ഇപ്പോൾ അത് പതിവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഴയ കുടുംബങ്ങളിലൊക്കെ സാധാരണ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ സാധാരണ വീട്ടമ്മയാണ് അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ അവരെ കൊണ്ട് വീട്ടിൽ വിളക്ക് കൊളുത്തിക്കും, പ്രാർത്ഥിക്കും, ഉറക്കം നാമം ജപിക്കും. വൈകുന്നേരം ഒരു ത്രിസന്ധ്യ എന്ന് പറയും. സന്ധ്യയ്ക്ക് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വിളക്ക് കൊളുത്തും, ഈശ്വരൻ നാമം ജപിക്കും, കുട്ടികളൊക്കെ പിടിച്ചിരുന്ന് നാമം ജപിപ്പിക്കും, നമ്മുടെ 27 നക്ഷത്രങ്ങൾ ചൊല്ലിക്കും. ഇതൊക്കെയാണ് എന്റെ കുട്ടിക്കാലത്തുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഇപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടില് എത്ര കുട്ടികൾക്ക് മലയാള നക്ഷത്രങ്ങൾ അറിയാൻ പറ്റും എന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. അത് നമ്മൾ പഠിപ്പിക്കണം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ അധികം സ്ത്രീജനങ്ങളായത് കാരണം ഞാൻ അപേക്ഷിക്കുകയാണ്, നമ്മുടെ സ്വത്വം അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതികള് നമ്മൾ വിട്ടുകളയരുത്. കാരണം മറ്റെല്ലാവരും മറ്റ് സെമറ്റിക് മതങ്ങളിലെല്ലാം അത് ബാധകമായിട്ട് അവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. നമ്മൾ മാത്രം അതിനെ കൈവിട്ട് കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടാവും. അപ്പോഴാണ് എത്രയോ പുരാതനമായ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തില് ഇഫ്താർ മുസ്ലിങ്ങൾ വന്നിരുന്നും അവർക്ക് ഇഫ്താർ വിരുന്ന് ഒരുക്കാനായിട്ട് ആളുകൾ തയ്യാറാവുന്ന ആ ഒരു മനസ്ഥിതി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്വത്വം തിരിച്ചറിയില്ല, നമുക്ക് ആത്മാഭിമാനം ഇല്ലാണ്ടായി വരുമ്പോഴാണ്. അത് പിന്നെ കേസിനൊക്കെ പോയിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അത് ക്യാൻസലാക്കി കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഓരോന്നിനും നമ്മൾ കേസിന് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് കടക്കൽ ദേവീ ക്ഷേത്രത്തില് ആഘോഷങ്ങൾ നടക്കുക, ഉത്സവത്തിന്റെ ആഘോഷങ്ങൾ നടക്കുന്നതിന്റെ ഇടയ്ക്ക് പാടുന്നത് പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടാണ്. നിങ്ങൾ ആലോചിക്കും, ദേവിയോട് ചോദിക്കുകയാണ് പുഷ്പനെ അറിയാമോ. അതിന് വെച്ചിരിക്കുന്ന തൊട്ട് പുറകിലായിട്ട് കമ്മ്യൂണിസ്റ്റ് കൊടികൾ വെക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കരുത്. നമ്മുടെ ആചാരങ്ങൾ എത്ര വികൃതമായിട്ടാണ് മാറ്റിയെടുക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. അതെന്തുകൊണ്ടാണ് നമ്മൾ റെസിസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഭഗവാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി കർമ്മം ചെയ്യണം എന്നാണ്. നമ്മളോട് അർജുനനോട് യുദ്ധം ചെയ്യൂ എന്ന് പറയല്ല ചെയ്തത്. അർജുനന്റെ ദൗത്യം എന്താണ്? ക്ഷത്രിയനാണ്. ക്ഷത്രിയന് രാജ്യപാലനമാണ്. അധർമ്മത്തിനെതിരെ പൊരുതുന്നതാണ് അദ്ദേഹത്തിന്റെ കർമ്മം. ആ കർമ്മം അനുഷ്ഠിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ വളരെ പ്രായമായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളെ ശുശ്രൂഷിക്കേണ്ടത് നിങ്ങളുടെ കർമ്മമാണ്. ആ കർമ്മം ചെയ്യാണ്ട് നിങ്ങൾ രാവിലെ തുടങ്ങി ക്ഷേത്രത്തിൽ ചെന്നിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കടമകൾ, നമ്മുടെ കുട്ടികളുണ്ടാവുമ്പോൾ കുട്ടികളെ വളർത്തണ്ടേ, അവര് അത് നോക്കാതെ ഉണ്ട്. ബാക്കിയുള്ളതിൽ നിന്ന് നിങ്ങൾ 40 മിനിറ്റ് എടുത്ത് നിങ്ങൾ പഠിക്കാൻ വരികയാണെങ്കിൽ അത് വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ചെയ്യുന്നത് ഒന്നും ഭഗവാൻ അനുഗ്രഹിക്കുന്നു വിചാരിക്കേണ്ട. അവനവന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അത് ഓരോരുത്തർക്കും ഓരോ ധർമ്മമാണ്, ഓരോ കർമ്മമാണ്. അതിന് ശേഷം വേണം ഈശ്വരനെ ആരാധിക്കുന്നത്. കർമ്മത്തിൽ കൂടിയാണ് ഈശ്വരനെ ആരാധിക്കുന്നത്. അത് എത്രയും ഞാനിങ്ങനെ പറഞ്ഞു മുമ്പ് ഒരുപാട് പറയും. പോട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഭഗവത്ഗീത പഠിക്കാനായിട്ടുള്ള ഒരു പ്രോത്സാഹനമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്, ഇങ്ങനെ പഠിക്കാനൊരു അവസരം ഉണ്ടായി. ഇപ്പൊ അത് സ്വീകരിച്ചു വരാൻ പറ്റിയല്ലോ. എല്ലാവർക്കും അത്ര എളുപ്പം ആയിരിക്കില്ല. ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമുള്ളവർ ഉറങ്ങുക. ഇപ്പൊ ഈ സമയത്തൊക്കെ ക്ലാസ് ഒന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ദിവസം നിങ്ങളുടെ ഉറക്കം സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ശരിക്കും അതൊരു വലിയ അഭിനന്ദിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമുക്ക് ഇത് വേണം എന്ന് തോന്നിയിട്ട് വന്നിരിക്കുന്നവരായിരിക്കും അങ്ങനെ പഠിക്കാൻ വന്നിരിക്കുന്നവര്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഇത്രയും പേര് 30-ലധികം പേര് ക്ലാസ് അറ്റൻഡ് ചെയ്യണു എന്നുള്ളത് തന്നെ ഒരുപാട് സന്തോഷം. പിന്നെ ഫിബിന, അനിത, ഇവരൊക്കെ ഇവൻ നിങ്ങളുടെ CT ആയിട്ടുള്ള പ്രീതാജി, ഇവരൊക്കെ ജയിച്ചു പോകുന്ന ഈ ടീമിൽ വന്ന് ചേർന്ന് സേവ ചെയ്യുന്നു എന്നുള്ളത് അതിനേക്കാളും വലിയൊരു സന്തോഷമാണ്. അത് നിങ്ങൾക്കും പാലിക്കാം. കാരണം നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ 18-ാം അധ്യായത്തില് അവസാനത്തിൽ 65 ശ്ലോകം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഭഗവത്ഗീത പാടുന്നതും പഠിക്കുന്നതും അത് കേൾക്കുന്നതും ഭഗവാൻ വലിയ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അതിനെ തുടർന്നുള്ള ഒരു ശ്ലോകത്തിൽ പറയുന്ന ആ ഭഗവത്ഗീത അർഹരായിട്ടുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് ചെയ്യുന്നതും ഭഗവാൻ അതിലേറെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും സേവന രംഗത്തേക്ക് കാണാപ്പാഠം പഠിക്കാവുന്നവരൊക്കെ ആണെങ്കിൽ 12, 15, 16 അധ്യായങ്ങൾ കാണാപ്പാഠം പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് L2 ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇടവേളയുണ്ട്. അപ്പൊ കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കുക. അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ എളുപ്പമാണ്. അതുപോലെ ഓരോരോ പദം ഛേദം ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ്. അങ്ങനെ കാണാപ്പാഠം പഠിച്ച് 85% മാർക്കിൽ കൂടുതൽ നേടി ജിജ്ഞാസു എന്ന് പറഞ്ഞ പരീക്ഷയുണ്ട്. 12, 15, 16 അധ്യായങ്ങൾ ജയിക്കാനായിട്ട്. ആ പരീക്ഷയിൽ 85% എബവ് മേടിക്കുന്ന ആളുകളാണ് ട്രെയിനർ ആയിട്ട് വരാനായിട്ടുള്ള അടിസ്ഥാന യോഗ്യത. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും, പ്രോപ്പർ ട്രെയിനിങ്ങും ഒക്കെ തരും ഗീതാ പരിവാറിൽ നിന്ന്. അങ്ങനെയുള്ളവർക്ക് ട്രെയിനറായിട്ട് വരാം. ഇനിയിപ്പോ എല്ലാവർക്കും മനപ്പാഠം, എനിക്കിത് അത്ര എളുപ്പമൊന്നുമില്ല കേട്ടോ മനപ്പാഠം പഠിക്കാൻ. ഞാനൊരു 6 അധ്യായങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ സമയം കിട്ടുന്നില്ല പഠിക്കാനായിട്ട്, വേറെ കുറെ കാര്യങ്ങൾ പഠിക്കാം.
അപ്പൊ അങ്ങനെ മനപ്പാഠം പഠിക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ സാധിക്കുന്നു വരില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മൊബൈൽ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയോ, ലാപ്ടോപ്പ് നന്നായിട്ട് അതിൽ ടെക്നിക്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ആളുകളാണ് നേരത്തെ അനിതാജി പറ്റി പറഞ്ഞ പോലെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് നിങ്ങൾ ഈ സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഫോം അങ്ങ് തുറന്നു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ട്രെയിനർ അവിടെ ഇരുന്ന് പറയാനേ പറ്റുള്ളൂ, ആർക്കും കാണാനും ആക്സസും ഇല്ല അല്ലെ. അപ്പൊ ഒരു ടെക് ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സേവനമാണ്. അപ്പൊ നമ്മൾ മുഖാമുഖം കാണുന്നില്ല ദിവസം എന്നുണ്ടെങ്കിലും അവരാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള ഓർഗനൈസറായിട്ട് ഈ ഓരോ ക്ലാസ്സിലും വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ സേവ ചെയ്യുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ ടെക്നിക്കലായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള അവർക്കും ട്രെയിനിങ് തരും, അവർക്ക് അങ്ങനെയുള്ളവർ കടന്നു വരാം. ഇനി ഗ്രൂപ്പ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കുറെ ആൾക്കാരുണ്ട്. അവർ 4-5 ഗ്രൂപ്പുകളിലൊക്കെ പോയി അവിടെ എല്ലാവരെയും ഏകോപിപ്പിച്ച് കൊണ്ടുവരുന്ന ആളുകളാണ് ഗ്രൂപ്പ് കോർഡിനേറ്റേഴ്സ്. അവർക്ക് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഏകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിക്കിൽ ഒരു ട്രെയിനർ ലീവാണെന്നുണ്ടെങ്കിൽ അത് എവിടെന്നെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്, അങ്ങനെ ചെയ്യാം. അവരെയും സഹായിക്കാനുള്ളവരാണ് ബാച്ച് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ കണ്ടന്റ് റൈറ്റിംഗ്, നിങ്ങൾക്ക് ദിവസേന ഈ ശ്ലോകങ്ങളിലൊക്കെ ഇത് തരുന്നത്, ട്രാൻസ്ലേഷന്റെ ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ കുറെ ഗ്രൂപ്പ് 33-ലധികം വിവിധ വിഭാഗങ്ങൾ സേവനത്തിനായിട്ട് ഉള്ള ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഏതിലെങ്കിലുമൊക്കെ സേവനം ചെയ്യാനായിട്ട് കടന്നു വരിക ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അത് കൂടാതെ നേരത്തെ പറഞ്ഞോന്നറിയില്ല, ആരബ്ധം ഉത്തമജനാഹ ന പരിത്യജന്തി എന്ന് പറയാ, തുടങ്ങിയത് ഒന്നും അവസാനിപ്പിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ L1 കഴിയുമ്പോൾ 2 അധ്യായം പഠിച്ചു ഇനി മതി എന്ന് പറഞ്ഞ് നിൽക്കരുത്. കാരണം ഇനിയുള്ള അധ്യായങ്ങളിൽ ഇതിനേക്കാളും നല്ല ആശയങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. അതെല്ലാവരും അത് പഠിച്ച് നിങ്ങൾ 18 അധ്യായങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് ഇന്ന് നിങ്ങളുടെ പ്രോഗ്രാം കുറച്ചു നേരം കൂടി ഇന്ന് കണ്ടിട്ടേ പോകുന്നുണ്ട്. ഇത്രയും പേരുള്ള കാരണം നല്ലൊരു ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ കുറെ നേരം ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മറ്റു ക്ലാസ്സുകളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണമെന്നുണ്ട്. ക്ലാസ്സിനെ പറ്റിയും ഗീതാ പരിവാറിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ടുണ്ടായ മനസ്സിന് എന്തെങ്കിലും പരിവർത്തനം ഉണ്ടായെങ്കിൽ അത് അനുഭവങ്ങളൊക്കെ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതൊക്കെ പറയാം. അപ്പം എല്ലാവരും 18 അധ്യായങ്ങൾ പൂർത്തിയാക്കണം. 4 പാദങ്ങളായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പൊ 4ാമത്തെ പാദം കഴിയുമ്പോൾ വീണ്ടും ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്നെ വിളിക്കണം കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ. എല്ലാവരും ഗുരുവായൂർ വെച്ച് കാണാമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നിങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ദയവ് ചെയ്തത് എൻ്റെ മനോഹരമായ മുഖം എവിടേക്കെന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് വന്ന് പരിചയപ്പെടണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ഗീതാ പരിവാറിന്റെ ഈ പരിപാടി ഗുരുവായൂർ വെച്ച് നടത്തുന്നതിൽ ഒരുപാട് സന്തോഷിച്ചിരിക്കുകയാണ് ഞാൻ. അതിന് കൂട്ടത്തില് ഒരു സ്വകാര്യമായിട്ടുള്ള സന്തോഷമാണ് നിങ്ങളെല്ലാവരും കാണാമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും വരിക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. താങ്ക് യു ലതികാജി, വെരി ഗുഡ് പ്രസന്റേഷൻ. താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു എൻകറേജിങ് സ്പീച്ച്. ആക്ച്വലി ഞങ്ങൾക്ക് ലതികാജി മണിക്കൂറുകളോളം കേൾക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്നത്തെ സമയപരിമിതി മൂലം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അംബികാജിയുടെ ഒരു ഭക്തി ഗീതം പ്രസ്തുതി ചെയ്യുന്നുണ്ട്. അംബികാജി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ വാഴും രാധാവല്ലഭ കരുണാവാരി തേങ്കിൽ വർണ്ണ മുരഹരാമധു മുരളി മാധവ മണിവർണ്ണ കണ്ണ ശ്രീകൃഷ്ണ മനതാരിൽ എന്നും മധുരമായി നിന്റെ മണിവേണു ഗാനം നിറയണം അണിവാകച്ചാർത്തിൽ തെളിയും കാന്തിയിൽ കനിപോലും മുഖം കാണണം കരതളീർ കൂപ്പി തൊഴുമെന്നിൽ നിന്റെ തിരുനാമം വെട്ടം പകരേണം ഒരു നാളും എന്നെ വെടിയാതെ മാറു കര കാണാൻ വഴി കാട്ടേണം നിറയും ഭക്തിയിൽ കൂപ്പുമെന്നിലെ നിറവിൻ കൂവളപ്പൂകൾ നീലക്കാർ വർണ്ണ നിന്റെ ശോഭതൻ നീലിമ പൂണ്ടു നിൽക്കണം ഗുരുവായൂർ വാഴും രാധാവല്ലഭ
കരുണാവാരിതേ മുകിൽ വർണ്ണ. മനോഹരം, വളരെ മനോഹരം ആക്ച്വലി അംബികാജി. അടുത്തത് രാധാജിയാണ്. രാധാ മേനോൻജി. എന്നെ കാണാമോ? കാണാൻ കാണാം. പറ്റുണ്ടോ? കാണാം കാണാം. കാണാം. ഞാൻ പാടാൻ ശ്രമിക്കുകയാണ്. അതിരമണീയം തവ തിരുരൂപം പൂർണത്രയീശ ഹരേ. ഹരേ കൃഷ്ണ പൂർണത്രയീശ ഹരേ. കുണ്ടലമണ്ഡിത തേജസ്വരൂപം പൂർണത്രയീശ ഹരേ. ഹരേ കൃഷ്ണ പൂർണത്രയീശ ഹരേ. മമ മാനസമൊരു പൂജാപുഷ്പം തിരുമുൻപിലർപ്പിച്ചിടുന്നേൻ. കൈക്കൊള്ളേണമേ കൃഷ്ണമുരാരേ. പൂർണത്രയീശ ഹരേ. ഹരേ കൃഷ്ണ പൂർണത്രയീശ ഹരേ. ഹരേ കൃഷ്ണ. വണ്ടർഫുൾ രാധാജി. ഇനി നമുക്ക് നമ്മുടെ ഇടയിലൊരു നല്ലൊരു കലാകാരി ഉണ്ട്. അവരുടെ ആർട്ട് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. പറ്റുന്നില്ല. എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ആക്സസ് നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. എന്നാൽ നമുക്ക് രാധാജി കഴിഞ്ഞാൽ ജയലക്ഷ്മിജിയുടെ ഒരു പ്രാർത്ഥന കേൾക്കാം. ജയലക്ഷ്മിജി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജയ് ശ്രീകൃഷ്ണ. ചൊല്ലുവാണ്. കാണാമോ? കാണാം കാണാം കാണാം. ഓക്കെ. നിരന്ന പീലികൾ നിരക്കവേ കുത്തി നേറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി കരിമുകിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും കുനു കുനി തിന്നും കുറുനിര തന്മേൽ നനു നനെ പൊടിഞ്ഞൊരു പൊടി പറ്റി തിലകവുമൊട്ടു വിയർപ്പിനാൽ നനഞ്ഞുലകു സൃഷ്ടിച്ചു ഹരിച്ചു സംഹരിച്ചിളകുന്ന ചില്ലി യുഗള ഭംഗിയും മകരകുണ്ടലം പ്രതിബിംബിക്കുന്ന കവിൾത്തടങ്ങളും മുഖസരോജവും വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞ നാസിക സുമന്ദഹാസവും മകരശോഭയും കടയും മുത്തുമാലകളും കൗസ്തുഭമണിയും ചേരുന്ന ഗളവും ചമ്മട്ടി പിടിച്ചൊരു കരതലവും കുങ്കുമം മുഴുക്കെ പൂശിന തിരുമാറുമാറും നിറഞ്ഞ മഞ്ഞ പൂന്തുകിലും കാഞ്ചികൾ പകസരോരുഹയുഗവുമെന്നുടെ ഹൃദയം തന്നിലങ്ങിക്കും പോലെയം മണിരഥം തന്നിലകം കുളിർക്കവേ മണിവർണ്ണൻ തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ. കൃഷ്ണ. വളരെ മനോഹരം ജയലക്ഷ്മിജി. അച്ഛാ എല്ലാരോടും പറയണ ഇപ്പൊ 2 മിനിറ്റില് ക്ലാസ് ക്ലോസ് ആവും.
വീണ്ടും അതേ ലിങ്കിൽ തന്നെ ജോയിൻ ചെയ്യൂ എല്ലാവരും കേട്ടോ. സെയിം ലിങ്കിലാണ് ജോയിൻ ചെയ്യേണ്ടത്. നമ്മൾ കണ്ടിന്യൂ ചെയ്യും. എസ് രാധാജി തുടങ്ങിക്കോളൂ. ജയ ശ്രീകൃഷ്ണ. അഞ്ചു വിളക്കെടുക്കാം, അല്ലിപ്പൂമാല ചാർത്താം, അമ്പാടി കണ്ണനെ കാണേണം, അമ്പാടി കണ്ണനെ കാണേണം. അരയാലില തിരുവിരൽ മുതർന്നരുളും അമ്പോറ്റിയെ മുന്നിൽ കാണേണം, അമ്പോറ്റിയെ മുന്നിൽ കാണേണം. അഞ്ചു വിളക്കെടുക്കാം, അല്ലിപ്പൂമാല ചാർത്താം, അമ്പാടി കണ്ണനെ കാണേണം, അമ്പാടി കണ്ണനെ കാണേണം. ഗോകുലമുണർത്തുന്ന മുരളിയുമായെന്റെ ഗോശാല കൃഷ്ണനെഴുന്നള്ളണം, ഗോപിമാർ കൊതിക്കുന്ന കായാമ്പൂടലും ഗുരുവായൂരപ്പനെ കാണേണം. അഞ്ചു വിളക്കെടുക്കാം, അല്ലിപ്പൂമാല ചാർത്താം, അമ്പാടി കണ്ണനെ കാണേണം, അമ്പാടി കണ്ണ. ഹലോ, പാട്ട് പാടാമോ? പാടാം പാടാം. അല്ലാതെ ആദ്യം തൊട്ട് പാടണം, എങ്ങനെയാ ചെയ്യണ്ടേ? അത് കണ്ടിന്യൂ ചെയ്താ മതി. അത് മൂന്നാമത്തെ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതിയോ? മതി മതി മതി. മണിമുകിലണിമയിൽ മന്ദാര കുളിർമയിൽ മുഴുക്കാപ്പൊഴിഞ്ഞു തൊഴേണം, തിരുമലരടികളിൽ ഒരു തുളസി കതിരായി തീരുവാനെന്ന് കാണേണം. അഞ്ചു വിളക്കെടുക്കാം, അല്ലിപ്പൂമാല ചാർത്താം, അമ്പാടി കണ്ണനെ കാണേണം, അമ്പാടി കണ്ണനെ കാണേണം. അരയാലിലയിൽ തിരുവിരൽ നുകർന്നരുളും അമ്പോറ്റിയെ മുന്നിൽ കാണേണം, അമ്പോറ്റിയെ മുന്നിൽ കാണേണം. അഞ്ചു വിളക്കെടുക്കാം, അല്ലിപ്പൂമാല ചാർത്താം, അമ്പാടി കണ്ണനെ കാണേണം, അമ്പാടി കണ്ണനെ കാണേണം. ഒരു തടസ്സം വന്നു, അതിലൊരു വിഷമമുണ്ട്. പാട്ട് പകുതിക്ക് വെച്ച് അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡിങ്ങിൽ അത് ഇല്ല, റെക്കോർഡിംഗ് ഓൾറെഡി നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും റെക്കോർഡ് ചെയ്തു. അത് റെക്കോർഡിംഗ് വരുമ്പോഴത്തേക്കും കണ്ടിന്യൂവേഷൻ ആയിട്ട് വന്നോളും. ശരി ശരി, അതൊരു വിഷമമായി പോയി. താങ്ക് യു. ഒന്നുമില്ല, നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. ഗോപിനാഥൻ ജി ഇല്ല, സൗണ്ട് ഇല്ല, മ്യൂട്ടായിരിക്കുക. അയ്യോ, ഞാൻ ഓക്കെ, സോറി. നമ്മള് ലതികാജിയെ കേട്ടു. അപ്പൊ ഇനി നമുക്കൊന്ന് നമ്മുടെ ആശുഭയ്യ എന്താ പറയുന്നതെന്ന് കേൾക്കാം. ഓക്കെ, ഞാനൊരു ആശുഭയ്യയുടെ മെസ്സേജ് ഷെയർ ചെയ്യാം.
വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണോ വന്ദേ ജഗദ്ഗുരും യോഗേശം സച്ചിദാനന്ദം വാസുദേവം വ്രജപ്രിയം ധർമ്മസംസ്ഥാപകം വീരം കൃഷ്ണോ വന്ദേ ജഗദ്ഗുരും. ശ്രീ ഗുരു ചरण കമലേഭ്യോ നമഃ. ജയ് ശ്രീ കൃഷ്ണ. It is a matter of immense joy that today, after embarking on this device journey of Bhagavad Gita, we are celebrating this festival of joy, Anandotsava, to mark the completion of our first level of learning Gita with the grace of the divine. We have got connected to Bhagavad Gita. We don't know if it is the result of this life or past life's good karmas, our ancestors' karmas, or the blessing of some great saint in some of our life, which have led us on this path of Bhagavad Gita. Without the grace of God, no one can walk on this path by himself. And therefore, I confidently used to say that we haven't chosen Bhagavad Gita, rather we have been chosen by Lord Krishna himself to embrace Bhagavad Gita in our life. We are the chosen ones. Now, when we have been chosen, let us put the authentic efforts and overcome all the obstacles going to come on the way of this divine journey. No matter how we approach it, we need to make these classes, this satsanga, as the integral part of our life. Now, after your Anandotsava, level 2 classes will be started in few days. And by the wonders of our IT team, they have enabled us to migrate automatically. We don't need to fill any form or do any effort. In the same WhatsApp group, it will be renewed to level 2, new faculties will be added, old faculties will be gone, new content will be sent. All these things will come in the same WhatsApp group. Just be vigilant to all the messages in the group so we don't miss any important information. If you want to change the language or time, you can do it anytime from Learn Gita app, helpline portal, online.learngita.com, or calling our helpline desk 1800-203-6500. Anytime you can use it. We have learned many small things along the way, and our years of exploration of Bhagavad Gita is getting fulfilled now. We have learned the basic Sanskrit alphabets, the Vedic recitation, the grammar, and so much more. Still, many of us may not have achieved the perfection in the pronunciations yet. But don't worry about it. We will all progress. You have seen it in 20 classes, how much we progressed. And now, on next levels of our learning, our pronunciation will automatically improvise with every day of our learning. On level 1, we have also experienced a wonderful exam of Gita Gunjana. Your respected trainers corrected your audios and asked you to record a video of you, and you recited a beautiful video and sent it, and you got a passing note on 12th chapter, and on 15th chapter, if you send both the videos, you must have got the Gita Gunjana certificate by now, or you are going to get it soon. It is the certificate directly coming from Lord Krishna's home itself. And by the chance, if anyone has not sent the video for some reason, please do not worry. Please don't hesitate. Just send it now. Our great dedicated volunteers will certainly help you to get the certificate. Even the time is over now, they will do it for you. Moving forward, on the next levels, we also have the opportunity to memorize Bhagavad Gita. And there will be memorization exams also. Though it will be optional, not compulsory for learning, but it will be a great opportunity we should all try to achieve.
Around 8 lakh people from 173 countries across the globe are learning through more than 2,000 Zoom classes conducted daily on 19 time slots from morning 5 a.m. to late night 2 a.m. in 13 different languages, making it ever biggest online learning program in the world. And it is all happening because of the selfless 8,000 volunteers serving across the globe. You can also be a volunteer, a Gita Sevi, in this selfless Nishkam Gita Jnana Mahayagya. 42 departments and 86 sub-departments have every kind of service for everyone. You can choose to offer seva. Visit seva.learngita.com and choose the department which suits your skill set and time availability. Don't worry that we all have some kind of service for me. At least we can do to motivate others by making some calls, welcome them, congratulate them for bringing Gita in their life. Join the calling team. With the blessings of Pujya Swamiji Maharaj and grace of the divine, we continue to advance and make human life successful. I pray such progress, congratulations and best wishes to all. Let us make this Anandotsav as a integrated part of our lives forever. Let have this peace and this joy as our routine life. Many congratulations and pranams to everyone. Jai Shri Krishna. ആശുഭയ്യ മുന്നോട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള മെസ്സേജ് വളരെ ക്ലിയർ ആയി പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം ഞങ്ങളെ അപ്രോച്ച് ചെയ്താൽ മതി. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തു തരും. നമുക്ക് മുന്നോട്ട് പോകാം. ശ്രീദേവി മേനോൻ ജി. जय श्री कृष्ण. श्री कृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेवा, जगन्निवासा शरणं मुरारे, मुकुन्द भक्त प्रिय वासुदेवा. വരുന്ന രോഗങ്ങളകന്നു പോ മരന്തരേണേ ഗുരുവായൂരപ്പ. ധരാധര ശ്യാമള രമ്യമൂർത്തേ വാദാലയാധീശ ഹരേ മുരാരേ. നാരായണ നിൻ ചരിതം പാടി തീരണമേ കൃഷ്ണമദീയ ജന്മം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ ത്തെ വെല്ലിടാതെ രോഗാദിയിൽ പെട്ടുവിടാതെ തീരണമേ കൃഷ്ണമദീയ ജന്മം. മറ്റുള്ള മർത്യർക്കെഴുവോരു തെറ്റും കുറ്റങ്ങളും തെറ്റുരച്ചിടാതെ മുറ്റും പരന്മാർക്കും ഉപകാരമേകി തീരണമേ കൃഷ്ണമദീയ ജന്മം. നാരായണൻ തന്നവതാരമാത്മാ ജ്ഞാനാമൃതം ഭാഗവതം വിശിഷ്ടം പാരായണം ചെയ്തു കൃഷ്ണമദീയ ജന്മം. ബന്ധങ്ങൾ തീർക്കുന്ന ഭവാനയുള്ളിൽ ബന്ധിച്ചു പോൽ ഗോമുഖ ഭക്തിയൊന്നാൽ നന്ദഭദ്ര ശ്രീഹരി ഭക്തി വാഴ്ത്തി തീരണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീരാധികാ മോഹന പത്മനാഭ. നാമങ്ങൾ നീ മട്ടു സദാ ജപിച്ചു തീരണമേ കൃഷ്ണമദീയ ജന്മം. ധാരാധാര ശ്യാമള രമ്യമൂർത്തേ വാദാലയാധീശ ഹരേ മുരാരേ. ദേഹാവസാനത്തിൽ ഇവൻ ഭവാനിൽ തീരണമേ കൃഷ്ണമദീയ ജന്മം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ജയ ശ്രീ കൃഷ്ണ. വണ്ടർഫുൾ ശ്രീദേവി മേനോൻ. താങ്ക് യു. സംഗം പ്രഭാകരൻ ജി.
തങ്കംജിയെ കാണാം കേൾക്കാം. തുടങ്ങിക്കോളൂ. ഗുരുഭ്യോ നമഃ. ജയ ജയ ദുർഗേ ജയ ജയ ഭദ്രേ ജയ ജയ ലക്ഷ്മി ജയ സരസ്വതി കൃപാമൃതമെന്നിൽ ദുരിതരാശികൾ കഴുകി നീക്കുകൻ മനമതിലുള്ളോ അഴുക്കുകളെല്ലാം അഖിലനായി പരപരിഹാസം പരവിനിന്ദനം പരവഹേളനം പരവിരോധവും പരമഭിവൃത്തിയിലെയും അസൂയ പരാതിരിക്കുകൻ സ്വതന്ത്രാളത്തിൽ പരന്റെ മേന്മയിൽ ആക്കം കുളിർക്കാനും പരന്റെ സൗഖ്യത്തിൽ സ്വയം സ്തുതിക്കാനും പരന്റെ ദുഃഖത്തിൽ അകമലിയാനും പരം തന്നനുഗ്രഹിക്കവേണമേ. പരന്നു വേദന തരുന്ന വാക്കുകൾ ഒരിക്കലും മമ മുഖത്തുതികള വരുന്ന ദുഃഖങ്ങൾ സഹിക്കുവാൻ മന കരുത്തു തന്നനുഗ്രഹിക്കവേണമേ. പരമത ബഹു മതി വളർപ്പാനും പരതനമതിൽ കൊടിയെഴാതെയും പരന്റെ ദോഷങ്ങൾ ഉറച്ചിടാതെയും പരാൽ പരപദം അണഞ്ഞിടാവുന്ന അറിയുന്നോ തന്നുപദേശം കേട്ടും അറിഞ്ഞ തന്നോ പകർ നൽകിയും പരന്നു വേണ്ടി സൽ പ്രവർത്തികൾ ചെയ്തും നിരന്തരം നിൻാവു ഞാൻ. ജയ ജയ ദുർഗേ ജയ ജയ ഭദ്രേ ജയ ജയ ലക്ഷ്മി ജയ സരസ്വതി. വളരെ നന്നായിരുന്നു തങ്കംജി. താങ്ക് യു. പുഷ്കലാജി. പുഷ്കലാജി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പറയാം. ഗീതാധ്യാനം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീ ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു ദേവ്യാസ വിശാല ബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര ഏന ത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഭാവോ തൃപ്തോ ഗോപാലനന്ദന പാർത്തോ അർത്ഥസുധീർഭോക്തോ തൃപ്തം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം ഹംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണോ വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല കാന്താര നീലോത്പല ശല്യഗ്രാഹവതി ക്രമേണ വഹനീ കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാകലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ പാരാശര്യവച സരോജമവലം ഗീതാത്തകന്തോത്കടം ജ്ഞാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പതൈരഹരഃ ദേവീയമാനം മുദാ ഭൂയാത്മാരത പങ്കജം കലിമലാഭക്തി ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുത
സുന്നന്തി വിവേസ്തവൈർവേദൈ സാംഗപദക്രമോ പഞ്ചര്യം സാമദാഹ ദാനാവസ്ഥിത തത്കതേന മനസാ പശ്യന്തി യോഗിനോ യസ്യാന്തം വിതസുരാസുരഗണ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ. പുരുഷാർത്ഥം. വളരെ നന്നായിരുന്നു പുഷ്കലാജി, വെരി ഗുഡ്. താങ്ക് യു. അടുത്തത് നാരായണൻ നമ്പൂതിരി, അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. നാരായണൻ നമ്പൂതിരി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ക്ലിയർ അല്ല. തുടങ്ങിക്കോളൂ. ഓഡിയോ തുടങ്ങിക്കോളൂ. കേൾക്കാം. ശരിയല്ല. ആരുടെ കിട്ടുന്നില്ലല്ലോ സൗണ്ട്. ശരിയായി കിട്ടുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാനുണ്ട്. ഓക്കെ, ഞാൻ വായിക്കാണ്. ഞാൻ രാമായണത്തിലെ സുന്ദരകാന്ഡത്തിൽ നിന്ന് ലങ്കാലക്ഷ്മി മോക്ഷം എന്നുള്ള പോർഷനാണ് വായിക്കുന്നത്. പ്രകൃതി കപലനും അധിക കപലമചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ച് അവനിമകൾ അടിമലരും അകതളിരിലോർത്തുകൊണ്ട് ആഞ്ജനാനന്ദനന്ദസാമർഭയം ഉടൽ കടുകിതൊടു സമമിടത്തുകാൽ മുമ്പിൽ വെച്ച് ഉള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ കഠിനതരമലറിയൊരു രജനീചരി വേഷമായി കാണായിതാ ചുലങ്കാശ്രീയേയും തഥാ. ഇവിടെ വരുവതിനു പറകെന്തു മൂലം മഹാൻ ഏകനായി ചോരനോ ചൊല്ലുന്നിൻ വാഞ്ചിതം. അസുര നരപശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ. ഇതി പരുഷവചനമോടണഞ്ഞു താടിച്ചിത് ഒന്നേറെ രോഷേണ താടിച്ചു കപീന്ദ്രനും. രഘുകുലജവരസജീവ വാമമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും. കപിവരനോട് അവളും എഴുന്നേറ്റു ചൊല്ലിയിടിനാൾ കണ്ടേനടോ തവ ബാഹുബലം സഖേ. വിധിവിഹിതമിതു മമ പുരൈവധാതാവുതാൻ വീര പറഞ്ഞിതെന്നോടിതു മുന്നമേ. സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ. കമലദലനയനൻ അവനിയിൽ അവതരിക്കും ഉൾക്കാരുണ്യമോടഷ്ടവിംശതി ദശരഥനായി മമ രഥാർത്ഥമായി പങ്ക്തിമുഖവിനാ. നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി? അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരി ബുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോട് അരുണജന്നു സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവ ശാസനാൽ. സകല ദിശി കവികൾ തിരുവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരും ഏകന്തവാന്തികെ. കലഹം അവനോട് ചടുതി തുടരും അളവെത്രയും കാതരയായി വരും നീ എന്നു നിർണയം. രണനിപുണനോട് ഭവതി താടനവും കൊണ്ടു രാമദൂതനു നൽകേണം അനുജയും. ഒരു കവിയോടൊരു ദിവസം അടിചടിതി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകയെന്നു വിരിഞ്ചനം. കരുണയൊടു ഗതകപടയായി കപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പലകാലവും. ലഘുഗതിയൊടിനി ഒരിടരൊഴികെ നടകൊള്ളുക നീ ലങ്കയും നിന്നാൽ ജിതയായിരുന്നിടോ. നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയം ഏറ്റം അടുത്തു ചമഞ്ഞത്. ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാൻ ഇനി പാരാത ചെന്നു കണ്ടിടുക ദേവിയെ. ത്രിദശ കുലരിപു ദശമുഖാന്തപുരവരെ ദിവ്യലീലാവനെ പാദവസങ്കുലേ. നവകുസുമദലസഹിത വിടവീത ശിംശവാ നാമവൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുചാ നിശിചരികൾ നടുവിൽ അഴലോടുവാർ മരുവീടുന്നടോ.
നിർമ്മല ഗാത്രിയാം ജാനകി സന്തതം ത്വരിതം അവൾ ചരിതമുടൻ അവനോടറിയിക്ക പോൽ അമ്പുധീയം കടന്നമ്പരാന്തേ ഭവാൻ അഖില ജഗതധിപതി രഘുത്തമൻ പാതുമാമസ്തുതേ സ്വസ്തി രത്യുത്സവമോത്തം സമേ ലഘുമധുരവചനമിതി ചൊല്ലി മറഞ്ഞത് ലങ്കയിൽ നിന്ന് വാങ്ങി മലർമങ്കയും. ജയ ശ്രീകൃഷ്ണ. Jai Shri Krishna. Very good. And now, Pushpaji. Pushpaji unmute ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം ദേവദേവ കലയാമി ഭുവനത്രയനായക പൂരി കരുണയാ മമ ഭുവനത്രയനായക പൂരി കരുണയാ മമ ഭവതാപമഖിലം വാരായ രമാകാന്ത ഭവതാപമഖിലം വാരായ രമാകാന്ത ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം ദേവദേവ കലയാമി അതി മനോഹരം. നിഭജേല ജതരൂപ നിഭജേല ജന്മാർജിത മമഖില ജതരൂപ നിഭജേല ജന്മാർജിത മമഖില പാതക സഞ്ജയമിഹ വരയ കരുണയ ദിതിജാളി വിതാളന ദീനബന്ധു മാമായ ദിതിജാളി വിതാളന ദീനബന്ധു മാമായ ശ്രീത വിഭൂത സാല ശ്രീ പദ്മനാഭ ശൗരി ശ്രീത വിഭൂത സാല ശ്രീ പദ്മനാഭ ശൗരി ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം ദേവദേവ കലയാമി. ജയ ശ്രീകൃഷ്ണ. അതിമനോഹരം പുഷ്പാജി, വളരെ മനോഹരമായ ഗീതം. ഹേമപ്രഭാജി. ജയ് ശ്രീകൃഷ്ണ. ഈ ആനന്ദോത്സവത്തിൽ ആനന്ദമൂർത്തിയായ ആനന്ദസ്വരൂപ ഭഗവാന്റെ പൂർണ്ണ പുണ്യാവതാരം ശ്രീകൃഷ്ണാവതാരം ശ്രീമൻ നാരായണീയൻ ദശകം 38 നിന്ന് ആനന്ദരൂപ ഭഗവന്നയി ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗീയമാണേ കാന്തി പ്രചേരിമ കനാഘന മണ്ഡലേദ്യാം
ആവൃണ്വതി വിരുരുതേ കില വർഷവേല ആശാശു ശീതളതരാസു പയോധധോയേ ആശാപ്സിതാബ്ദി വിവശേഷു സസജ്ജനേഷു നൈശാഗരോധി മധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസിം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസിം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസിം. സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ഇവിടെ ജനിച്ചു, ഇവിടെ അവതരിച്ചു എന്നാണ് കൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കംസന്റെ കാരാഗ്രഹത്തിലോ ശ്രീ ഗുരുവായൂർ അമ്പലത്തിലോ മാത്രമല്ല, ശ്രീ ഭഗവാന്റെ നാമം ജപിക്കുന്ന ഏതോ ഒരു ഗ്രഹത്തിലും ഭഗവാൻ അവതരിക്കുന്നു. ആ ഭഗവാൻ നമ്മുടെ ഗുരുവായി, നമ്മുടെ വഴികാട്ടിയായി, നമ്മുടെ സഹോദരനായി, നമ്മുടെ പുത്രനായി എല്ലാമായ ഭഗവാനോട് കൂടുതൽ അറിയാനും അടുക്കാനും ഭഗവാനിൽ അലിയാനും ഈ ഗീതായജ്ഞം, ഗീതാപരിവാറിന്റെ യജ്ഞം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. മനോഹരം. ജയ ശ്രീകൃഷ്ണ. രാജേന്ദ്ര വർമ്മജി. അഴകേഴും കൃഷ്ണ മഴമൂകിൽ വർണ്ണ അഖില ലോകേശ ഭഗവാനേ അഗതികൾ ഞങ്ങൾക്ക് അഭയമേകണേ അകവിനാശന ശ്രീകൃഷ്ണ. പല രൂപം പൂണ്ടു പല കാലത്തൂമി ഉലകിൽ വന്നോമി ഭഗവാനേ പതിതരെ ഭഗവൽ ഭക്തരെ പരിരക്ഷിച്ചിടുവാൻ ശ്രീകൃഷ്ണ. പാർത്ഥസാരഥിയായി അധർമ്മത്തെ പകയോടെ തന്നെ എതിരിട്ടി ഭരതഭൂവിനെ പരിരക്ഷിച്ചോരൻ ഭഗവാനെ ഞങ്ങൾ പൂക്കുന്നു. ഭക്തിയോടങ്ങെ പ്രാർത്ഥിക്കും ദൈവ ഭക്തർക്കുത്തമക്കുവിയിൽ എത്തുകില്ലവർക്കാപത്തെന്നല്ല എത്തിയിടും സർവസൗഖ്യവും. പൊന്നോട് കുഴൽ നാദമോടന്റെ മുന്നിലെത്തുമോ കാർവർണ്ണ. കൺകൂളിർക്കെ ഞാൻ ഒന്നു കണ്ടന്റെ ജന്മസാഫല്യം നേടുവാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. മനോഹരം മനോഹരം. രാധ രവീന്ദ്രൻ ജി. ജയ് ശ്രീകൃഷ്ണ. മുരളീധര गोपाल मुकुंद मुनिजन मन हरणा व्रजवधुओं के हृदय चकोरा मधुरा पुरी सदना मुरलीधर गोपाल मुकुंद मुनिजन मन हरणा व्रजवधुओं के हृदय चकोरा मथुरा पुरी सदना अमर वंदिता श्याम शरीरा पीतांबर वसना अधर नियोजित मुरली मनोहर जगदभिराम हरे मुरलीधर गोपाल मुकुंद मुनिजन मन हरणा
व्रजवधुवों के हृदय चकोरा मथुरापुरी सदना मगर कुंडला मलय जतिलग मयूर मुकुटधरा मंद मंद हसितानन मोहन नंद गोपतनया मुरलीधर गोपाल मुकुंद मुनिजन मनहरणा व्रजवधुवों के हृदय चकोरा मथुरापुरी सदना इंदीवर सम सुंदर नयन चंद्रबिंबवदना त्रिलोकवंदित पातारविंद निरंतरं वंदे इंदीवर सम सुंदर नयन चंद्रबिंबवदना त्रिलोकवंदित पादारविंद निरंतरं वंदे मुरलीधर गोपाल मुकुंद मुनिजन मनहरणा व्रजवधुवों के हृदय चकोरा मथुरापुरी सदना मथुरापुरी सदना मथुरापुरी सदना जय श्री कृष्ण जय श्री कृष्ण जय श्री वंडरफुल कृष्ण वंडरफुल ललिता जी യെസ് ഒരു ഭക്തിഗാനമാണ് പാടുന്നത് ഒരു ഭക്തിഗാനം തെരഞ്ഞെടുക്കോളൂ ക്യാമറ ഒന്ന് ഓൺ ചെയ്യാം അമ്പാടി തന്നിലോരുണ്ണി അഞ്ജന കണ്ണന മുന്നേ ഉണ്ണിക്കു നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്കു മുടിയിൽ പീലിപ്പൂ ഉണ്ണിക്കു തിരുമാറിൽ വനമാല ഉണ്ണിക്കു തൃക്കൈയിൽ മുടമുരളി അരയിൽ കസവുള്ള പീതാംബരം അരമണിക്കിങ്ങിണി അരഞ്ഞാണം ഉണ്ണീവാ ഉണ്ണാൻ വാ കണ്ണനാമുണ്ണീവാ അമ്പാടി തന്നിലോരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്കു നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്കു മുടിയിൽ പീലിപ്പൂ ഉണ്ണിക്കു കണങ്കാലിൽ പാദസരം ഉണ്ണിക്കു പൂമിയിൽ ഹരിചന്ദനം വിരലിൽ പത്തിലും പൊന്മോതിരം കരിവള മണിവള വൈഡൂര്യം ഉണ്ണീവാ ഉറങ്ങാൻ വാ കണ്ണനാമുണ്ണീവാ ഉണ്ണിക്കു കളിക്കാൻ വൃന്ദാവനം ഉണ്ണിക്കു കുളിക്കാൻ യമുനാജലം ഒളികൺ പൂച്ചാത്താൻ സഖിരാധ യദുകുലരാഗിണി പ്രിയരാധ ഉണ്ണീവാ ഉണർത്താൻ വാ കണ്ണനാമുണ്ണീവാ അമ്പാടി തന്നിലൂരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്കു നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്കു മുടിയിൽ പീലിപ്പൂ. ജയ ശ്രീകൃഷ്ണ. വളരെ നന്നായിരുന്നു. ഇനി 1 മിനിറ്റേ ഉള്ളൂ ആക്ച്വലി ഈ സെഷൻ. കുറച്ചും കൂടി നമുക്ക് ബാക്കിയുണ്ട്. 3 പേരുടെ പ്രോഗ്രാമും പിന്നെ എക്സ്പീരിയൻസ് ഷെയറിങ്ങും. അപ്പോൾ എല്ലാവരും വീണ്ടും ജോയിൻ ചെയ്യണം. കട്ടാവും. ഒരു 15-20 മിനിറ്റ് കൂടെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ജോയിൻ ചെയ്യണം. ആരും ജോയിൻ ചെയ്യാതിരിക്കരുത്. അവനവന്റെ പ്രോഗ്രാം കഴിഞ്ഞു പറഞ്ഞ് ജോയിൻ ചെയ്യാതിരിക്കരുത്. എല്ലാവരും മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇവിടെ.
അപ്പൊ ഇപ്പൊ കട്ടായി കഴിഞ്ഞാൽ വീണ്ടും എല്ലാവരും ഒരിക്കൽ കൂടി ജോയിൻ ചെയ്യുക. മാക്സിമം 15-20 മിനിറ്റ് കൂടിയേ നമുക്ക് നമ്മുടെ ആനന്ദോത്സവം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ആളെ വിളിക്കുന്നില്ല, കാരണം 30 സെക്കൻഡേ ഉള്ളൂ. എൻഡ് ചെയ്യാൻ ഞാൻ ജോയിൻ ചെയ്തോളൂ വീണ്ടും. പ്രേമാജി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ചെറുശ്ശേരിയുടെ പറയട്ടെ, പാടട്ടെ. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്ന് 1-ാം ഭാഗമായ കൃഷ്ണോത്പത്തിയിൽ നിന്ന് ഏതാനും വരികൾ ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകാം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇന്ദിര തന്നോടെ പുഞ്ചിരിയായൊരു ചന്ദ്രികാമെയിൽ പരക്കയാലേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നിലഭമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിയിടുന്നേൻ കാത്തുകൊള്ളുവാൻ. കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തു നിന്നിടുമൻ ആർത്തിയെ തീർത്തു തുണയ്ക്കണമേ. ദേശികനാഥൻ തൻ പാദങ്ങളെ ശുമ പേശലമായൊരു രേണുലേശം ക്ലേശങ്ങളേശുന്ന പാശങ്ങളെ ശായ്വാൻ ആശയം തന്നുള്ളിലാക്കുന്നേ ഞാൻ. വരണവീരൻ തൻ ജ്ഞാനനം കൈക്കൊണ്ടു ഉരിച്ച വന്മത വാരിമയിൽ നിന്നു വിളങ്ങുന്ന ദൈവതം തൻ കനിവെന്നും വിളങ്ങുക എന്നിൽ മേന്മേൽ. ഭാരതീ ദേവിതൻ ഭൂരിയായുള്ളൊരു കാരുണ്യപൂരവും വേറിടാതെ നന്മതു പോലുന്ന നന്മൊഴി നൽകുവാൻ തന്മ കളഞ്ഞു വിളങ്ങുന്നിൽ. ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. വളരെ നന്നായിരുന്നു. നമ്മുടെ കൂടെ ഇപ്പൊ നമ്മുടെ ബാച്ച് കോർഡിനേറ്റർ ബിജുജി ഉണ്ട്. ബിജു ചേട്ടാ 2 വാക്ക്. ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. അപ്പോ ആദ്യമായിട്ട് കേൾക്കുന്നില്ല?
ഇപ്പൊ ഒരു ക്രാഫ്റ്റ് വർക്ക് കണ്ടായിരുന്നു, അതെങ്ങനെ ഉണ്ടാക്കിയായിരുന്നു മെസ്സേജ് ചെയ്തായിരുന്നു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അത് കഴിയുമ്പോൾ എങ്ങനെ ചെയ്തെന്ന് ഒരു ക്രാഫ്റ്റ് വർക്ക് ഇപ്പോൾ പ്ലേ ചെയ്തില്ലേ, അതൊന്ന് ആര് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞേക്കണേ. പിന്നെ എല്ലാവരോടും കൺഗ്രാജുലേഷൻ, നമ്മൾ L1 കംപ്ലീറ്റ് ചെയ്തു. അതിൽ 2 അധ്യായങ്ങളാണ് പഠിച്ചത്, 12-ാം അധ്യായം 15-ാം അധ്യായം. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് പതുക്കെ ഒരാഴ്ചക്കുള്ളിൽ പതുക്കെ L2 ആയിട്ട് മാറും. അപ്പൊ നമ്മൾ L1 കഴിഞ്ഞ് L2 വേറെ എങ്ങോട്ടേക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ആർക്കെങ്കിലും ഇപ്പൊ ഈ 3 മണിയുടെ ബാച്ചിന്റെ അല്ലത്, 3 മണിന്ന് നല്ല 4 മണിയിലോട്ടോ വല്ലോട്ടോ മാറണം, 4 എങ്ങോട്ടേക്ക് മാറണം എന്ന് വെച്ചാൽ അതിന് ലിങ്ക് ഇടും. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L2 കംപ്ലീറ്റ് ചെയ്യണം. ഇതിൽ നിന്നല്ലെങ്കിലും വേറെ ഏതെങ്കിലും മലയാളം ഗ്രൂപ്പ് രാവിലെ 5 മണി മുതൽ വൈകിട്ട് 11 മണി വരെ L2 ഇതേ ബാച്ചുകൾ തന്നെ, സെയിം ബാച്ചിന്റെ തന്നെ എല്ലാവരും നടക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും പറ്റാതെ ഇരിക്കുകയാണ്, ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കേൾക്കുന്നില്ലേ? അപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പ് വിട്ട് പോവരുത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ നമ്മളൊരു പൂ വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര വെള്ളമൊക്കെ ഒഴിച്ചാലും അതിന് ചുറ്റും കളകളൊക്കെ വരും, പുല്ലുകളൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളരും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് പഠിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷത്തില് ഗുണമായിട്ട് തോന്നുന്നില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതകളുണ്ട്. ഈ പുല്ല് വളരുന്ന പോലെ ഇപ്പൊ നമ്മൾ ഒരാൾ സിനിമയ്ക്ക് വിളിച്ചാൽ, അല്ലെങ്കിൽ ഒരു നാടകം അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചാൽ നമ്മൾ പെട്ടെന്ന് പോകും. അതേ സമയത്ത് ഒരു രാമായണമൊക്കെ വായിക്കുക, അല്ലെങ്കിൽ മഹാഭാരതം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗീത പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിൽ സ്റ്റേ ചെയ്യുക. ഒരു L2 L3 ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പൊ നമ്മൾ L1ഉം L2ഉം പഠിച്ചു. അപ്പൊ എല്ലാ ദിവസവും മാക്സിമം ശ്രമിക്കുക. ഇത് ആകെ ചൊല്ലാൻ വേണ്ടി 10 മിനിറ്റ് എടുക്കുള്ളൂ. 2 അധ്യായങ്ങളും പഠിക്കാൻ വേണ്ടി ചൊല്ലാൻ വേണ്ടി 10 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പൊ എല്ലാവരും ചൊല്ലുക. അങ്ങനെ ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ 10ഉം 12-ാം അധ്യായം 15-ാം അധ്യായം കാണാതെ പതുക്കെ പഠിച്ചിരിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സോളോസ് ഇതുണ്ടായിരിക്കും, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അതിങ്ങനെ കേൾക്കുക, അതിനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഒരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ കാണാതെ നമ്മൾ പഠിക്കും. അർത്ഥമൊന്നും മനസ്സിലാക്കണ്ട, അർത്ഥമൊക്കെ പതുക്കെ മനസ്സിലായിരിക്കും. പിന്നെ 2 പ്രൊനൗൺസിയേഷൻ. ഇനിയിപ്പോ നമ്മൾക്ക് അറിയാം, നമ്മളിത് ചൊല്ലി പഠിക്കുന്നുണ്ട്, പലരും പല സ്ഥലത്തുനിന്ന് വന്നതായിരിക്കും. ഇപ്പൊ ഏകദേശം കോട്ടയം തെക്കുള്ളവർ എന്ന് പറഞ്ഞാൽ അച്ചടി ഭാഷയുള്ളവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താവർഗ്ഗങ്ങൾ തന്നെ, ഈ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരമൊക്കെ ഉണ്ട്. ഇപ്പൊ താ എന്ന് പറഞ്ഞാൽ തവളയുടെ താ വേറെയാണ്, രഥത്തിന്റെ ധാ വരുമ്പോൾ അത് ഉച്ചാരണം വേറെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ദയുടെ ദ വളരെ മൃദുവാണ്, ദാ എന്നാ പറയുള്ളൂ. അടുത്തും രാധയുടെ ധ പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് പോകണം. അങ്ങനെ 4 തരം ഉണ്ട്. അത് കഴിഞ്ഞാൽ അനുനാസികന്റെ അപ്പുറത്തും വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ടൈമില്ല, നമ്മൾ ഡെയിലി പഠിച്ചേ പോകുന്നുള്ളൂ. ഇതിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അക്ഷരങ്ങൾ കണ്ട കാര്യം ചൊല്ലാൻ പെട്ടെന്ന് പറ്റില്ലെങ്കിലും കാര്യം മനസ്സിലാവും. അപ്പൊ അങ്ങനെ വല്ലവർക്കും അങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാനത് ഇത് പഠിക്കാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടി ഫസ്റ്റൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ഒരു യൂട്യൂബ് നോക്കിയപ്പോൾ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നി. അപ്പൊ ഒരു 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളൊരു വീഡിയോ ആണ് യൂട്യൂബിന്റെ. അതിനൊരു പഠിക്കാൻ വേണ്ടി 15 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, അതിലോട്ട് അയക്കുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യാം. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പിന്നെ അക്ഷരങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് പായാണ് പറയേണ്ടത്, ഭായാണ് പറയേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനുവേണ്ടി പറഞ്ഞതാണ്. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്തിയോഗയാണ്. നമ്മൾ 2 അധ്യായങ്ങൾ പഠിച്ചു, 15-ാം അധ്യായം 12-ാം അധ്യായം. ആദ്യം പഠിച്ച ഭക്തിയോഗയാണ്. ഭക്തിയോഗ തുടങ്ങുന്നത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പഠിക്കും. അത് കഴിഞ്ഞാൽ L2 പഠിക്കും. അപ്പോൾ ഒരു 14-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം പുസ്തകമുള്ളവർ നോക്കിയാൽ മനസ്സിലാവും. അതിൽ പറയുന്നുണ്ട്, അതിൽ ഭഗവാൻ പറയുന്നൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെയൊരു ചിന്തയുമില്ലാതെ ഭഗവാനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ആവശ്യമായതെന്തോ അത് ഭഗവാൻ തരും. അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്. പറഞ്ഞത് ഇതാണ്, വേറെയൊരു ചിന്തയുമില്ലാതെ ഭഗവാനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ നടത്തി പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതാണ് 14-ാമത് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകമാണ് ഞാൻ പഠിച്ചെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അതിലാണ് ഈ ഭക്തി എന്ന് പറഞ്ഞ വാക്ക് വരുന്നത്. അപ്പൊ ഈ ഭക്തി യോഗം എന്ന് തുടങ്ങില്ലോ നമ്മൾ പഠിക്കുമ്പോൾ. അതില് ഫസ്റ്റ് തന്നെ അർജുനൻ ചോദിക്കുകയാണ്, ഈ ഇതിൽ ഫസ്റ്റ് അർജുനൻ ചോദിക്കുന്നതാണ് അധ്യായം തുടങ്ങുമ്പോൾ. അതില് സദ്ഗുണഭക്തിയാണോ നിർഗുണഭക്തിയാണോ നല്ലതെന്ന് ചോദിക്കാണ്. ഏതാണ് നല്ലതെന്ന് ചോദിക്കാണ് അർജുനൻ. 12-ാം അധ്യായത്തിലെ നമ്മൾ പഠിച്ച ശ്ലോകമാണ് 12-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം. അപ്പൊ അതിൽ ചോദിക്കുന്നത് സദ്ഗുണഭക്തിയാണോ നിർഗുണഭക്തിയാണോ. അപ്പൊ എല്ലാവർക്കും അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിലും ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. സദ്ഗുണഭക്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മൾ അമ്പലത്തിൽ പോകുന്ന നമ്മൾ നേർച്ചയിടുന്ന, ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് സദ്ഗുണഭക്തി. അപ്പൊ 2-ാമത്തെ ശ്ലോകത്തില്
കൃഷ്ണൻ പറയുന്നതെന്ന് വെച്ചാണ്, എന്നെ ഭക്തിയോടുകൂടി ആര് സദ്ഗുണ ഭക്തിയാണ് പറയുന്നത്, ആര് ഉപാസിക്കുന്നവോ അവരുടെ കൂടെ ഞാനുണ്ട്. അതാണ് ഈ പറയുന്നത്. സദ്ഗുണ ഭക്തി മതി നമുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഒക്കെ നിർഗുണ ഭക്തിയാണ്. നിർഗുണ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി ഇല്ല എന്നല്ല. നിർഗുണ ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്യാസിമാര്, മുനിശ്രേഷ്ഠന്മാര്, ആചാര്യന്മാരൊക്കെ ഉള്ള മാതിരി അവർക്ക് മഴയായാലും കാറ്റായാലും വെയിലായാലും ഐസായാലും ഒരു ഇതുമില്ല, പണമായാലും കല്ലായാലും ഇതിലൊന്നും വ്യത്യാസമില്ല. അതുപോലെയുള്ള അത്രയ്ക്ക് നമ്മൾ ഉയരണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സദ്ഗുണ ഭക്തി ഉണ്ടെങ്കിൽ തന്നെ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എന്താണ്? അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ആ കാര്യം ഈ കാര്യം നടത്തണം നൽകിയാൽ വേറൊരു ചിന്തയും പാടില്ല. ഭഗവാനെ നമുക്ക് ഭക്തി ഉണ്ടാവണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ആരോടും പറഞ്ഞൊന്നും കൊടുക്കരുത് കേട്ടോ. അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കേണ്ട വേറൊരു കാര്യമില്ല, ഭഗവാനെ നമുക്ക് ഭക്തി വേണം, ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട. ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിലും ചിലർ പറയും നമ്മളുടെ ഭഗവാൻ ഉണ്ടെങ്കിലും നമ്മൾ ഭയങ്കര കഷ്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അത് ഇതൊക്കെ വരുന്നുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. നമ്മളിപ്പോൾ ഒരാളെ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പറേഷൻ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും? നമ്മളെ ഒന്ന് മയക്കി കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഒരു ചെറിയ വേദനയൊക്കെ ഉണ്ടാവും, വലിയ വേദന ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതുപോലെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കടന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പൊ ഭഗവാനെ വിധിക്കുക. അപ്പൊ ഭഗവാന് ഈ ഇപ്പൊ ചൊല്ലുന്ന എല്ലാം ഭഗവാനെ പറ്റി എന്ത് പറയുന്നു അത് ഭഗവാന് കേൾക്കാൻ വളരെ താല്പര്യമാണ്. അത് ഭഗവാനെ പറ്റി കേൾക്കാൻ വളരെ താല്പര്യമാണ്. ഭഗവാൻ അത് എവിടെ ഇരുന്നാ കേൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലിരുന്നാണ് കേൾക്കുക. ഹൃദയത്തിലിരുന്ന് കേൾക്കുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉണ്ടാവുന്ന ദുഃഖങ്ങൾ മാറും, വിഷമങ്ങൾ മാറും, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ മാറി ഹൃദയത്തിൽ ഭഗവാൻ വന്നിരിക്കും. വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിലാണ് വന്ന് ചേരുന്നത്. നമ്മുടെ ശരീരത്തിൽ അത് കഴിച്ചു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്നനാളത്തിൽ തൊണ്ട വരെ എത്തുന്നവരെ ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുള്ളൂ. അതവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കഴിച്ചാലും ഒരേപോലെയാണ്, അതുപോലെയാണ്. അപ്പോ അതൊക്കെ ഏർപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലാണ്. പക്ഷെ നമ്മൾക്കുള്ളിലൊരു ആത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു അംശമുണ്ട്. അതിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതുപോലെ അമ്പലത്തിൽ പോവുക, ഭഗവാന്റെ കാര്യങ്ങൾ പറയുക, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്സംഗം കൂടുക, എന്ത് ചെയ്താലും അതൊക്കെ ഇതിന് ഊർജം കിട്ടും. അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് വരും. അത് കഴിഞ്ഞു. ഇനി ഇപ്പൊ നമ്മൾ 15-ാം അധ്യായം പഠിച്ചു. 15-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം ഉണ്ട്. ഇനി നോക്കിയാൽ മതി. 15-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം. അതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കുറെ സ്കൂളുകളുണ്ടല്ലോ. അപ്പൊ ചില കുട്ടികൾ സ്കൂളുകളിൽ പ്രാർത്ഥിച്ച് നല്ല അമ്പലമായിട്ട് ബന്ധപ്പെട്ട സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കും. അതിലൊരു പ്രാർത്ഥനയാണ്. അതുപോലെ നമ്മൾ സപ്താഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഒരു മന്ത്രം പോലെയാണ് അത്. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഇതാണ് 15-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകം. ഞാൻ ഒരുപാട് സമയമൊന്നും കളഞ്ഞു എന്ന് വിചാരിക്കുന്നില്ല. മാക്സിമം ഒരു 4-5 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ 12-ഉം 15-ഉം നമ്മൾ കാണാതെ പഠിക്കുക. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശിഷ്ടമായ ശ്ലോകങ്ങളാണ്. അത് നമ്മൾക്ക് അർത്ഥമൊന്നും അറിയണമെന്നില്ല, ജസ്റ്റ് ചൊല്ലി പഠിക്കുക. പഠിച്ച് വരുമ്പോൾ നമുക്ക് അർത്ഥങ്ങൾ പതുക്കെ മനസ്സിലാവും. അതിൽ നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, നമ്മൾ എങ്ങനെ ഭഗവാനോട് പെരുമാറണം, മറ്റൊരാളോട് നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മളെ തന്നെ പതുക്കെ നമ്മൾ അതൊക്കെ തിരിച്ച് തന്നെ അതിൽ പറയുന്ന വെച്ചാൽ സത്യം മാത്രമേ പറയാവൂ. അതൊക്കെ നമ്മൾ പതുക്കെ പെട്ടെന്നാവില്ല, ചെയ്തു വരുമ്പോൾ നമുക്ക് തന്നെ അതിന്റെ വ്യത്യാസങ്ങൾ വരും. ഒരുപാട് ഞാൻ കഥകൾ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്, ഒന്നും പറയുന്നില്ല. അപ്പൊ എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരാളും വിട്ടുപോകരുത്. L1 മുതൽ L4 വരെ മറക്കാതെ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നമുക്ക് പഠിക്കുമ്പോൾ കുറെ ബുദ്ധിമുട്ട് വരികയെന്ന് വെച്ചാലും മാറ്റി വെച്ചിട്ട് വേറെ ക്ലാസ്സിൽ ചേരാൻ നോക്കുക. ഒരിക്കലും ഇത് വിട്ടുപോകരുത്. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് നമ്മൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വരും. ഇപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റ് അല്ല. L2 കഴിഞ്ഞ് L3 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെയെങ്കിലും L4 കഴിയും, വീണ്ടും L1 വന്ന് നമ്മൾ പഠിക്കും. പഠിച്ച് ഇതാവും. പക്ഷെ നമ്മൾ മറക്കാതെ രാവിലെ 5 മിനിറ്റ് എടുത്തിട്ട് 12-ാം അധ്യായം 15-ാം അധ്യായം പഠിക്കാൻ വായിക്കുക, മറക്കാതെ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇതിലൊരു പ്രശ്നമില്ല. ഞങ്ങളൊക്കെ ചെയ്യുന്നത് സേവയാണ്, വർക്കല്ല. സേവ എന്ന് വെച്ചാൽ നമ്മുടെ സമയം ഭഗവാന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇഷ്ടംപോലെ സമയമുണ്ട്, ഭഗവാന് വേണ്ടി നമ്മൾ അർപ്പിച്ചിരിക്കുന്നതാണ് സേവ എന്ന് പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഒക്കെ സമയമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്രീ ആണ്. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫ്രീ ആയി കിട്ടിയാലും അതിന് പുറകിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഭഗവത്ഗീത ഒഴിച്ച് വേറെ നമ്മൾ ഇപ്പൊ TV നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ സമയം അതിന് പോകുന്നു, ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നു. പക്ഷെ ഇതിൽ നിന്ന് അനാവശ്യമായി ഒന്നും ഉണ്ടാവില്ല, നമുക്ക് നല്ലതായ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. വളരെ വളരെ നന്ദി ബിജു ചേട്ടാ, ഇൻസൈറ്റ് ഗിവൻ. ഞാൻ ഹേമലതജിയെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട് ഹേമലതാജി ഇത് എത്ര ചെയ്ത ആർട്ട് വർക്കിനെ കുറിച്ച്, എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, എത്ര കാലം കൊണ്ട് ചെയ്യുന്നുണ്ട്, ഓരോന്നും കിട്ടാൻ എത്ര സമയം എടുക്കും, പൊതുവെ ഒരു ബ്രീഫ് ആയിട്ടൊന്ന് പറയാവോ ഹേമലതാജി? ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ സന്തോഷം. ഞാൻ അതിലെ കുറച്ച് കൃഷ്ണന്റെ രൂപങ്ങളൊക്കെ കുറച്ച് ഞാൻ പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. സാധാരണ മാഗസീന്റെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ മാഗസീനിന്റെ പേപ്പറോ വെച്ചിട്ടാണ് കൂടുതലും കൃഷ്ണന്റെ രൂപങ്ങളാണ് അതിലുള്ളത്. കൃഷ്ണനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പേപ്പറാണത്. പിന്നെ ഉള്ളതെല്ലാം ക്ലേ വെച്ചാണ് ഞാൻ ചെയ്യാറ്. ക്ലേ മറ്റേ എയർ ഡ്രൈ ക്ലേ വാങ്ങാറുണ്ട്, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പൊ അതിന് ബേസിക് ആയിട്ട് ഡോളൊക്കെ ഉണ്ടാക്കണ ഒരു ഇത് യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അത് കണ്ടിട്ട് ചെയ്തു നോക്കിയതാണ്. പിന്നെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് കൃഷ്ണന്റെയും ഗണപതി എല്ലാവരുടെയും എല്ലാ ഭഗവാന്റെയും ഇതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊരു സന്തോഷം. അങ്ങനെ ഉണ്ടാക്കണതാണ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ വേഗം ഉണങ്ങും. അത് എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് വേഗം ഉണങ്ങും. പെട്ടെന്ന് ഷേപ്പ് ഒക്കെ ചെയ്ത് എടുക്കണം. അതിനുശേഷം പിന്നെ പെയിന്റ് ചെയ്ത്. അപ്പൊ എനിക്ക് നേരത്തെ ഇങ്ങനെ പെയിന്റിങ് ഇഷ്ടമായിരുന്നു. ക്ലേ ചെയ്തു നോക്കണതൊക്കെ ഈ അടുത്താണ് കേട്ടോ, അധികമായിട്ടില്ല. പെയിന്റിംഗ് ഒക്കെ ചെറുപ്പത്തിലെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴാണ് മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പഠിച്ചതൊന്നുമല്ല, എല്ലാം യൂട്യൂബിൽ നോക്കിയിട്ട് ക്ലാസ് ഒക്കെ കണ്ടിട്ട് ചെയ്യണതാണ്. കൂടുതലും മ്യൂറൽ പെയിന്റിംഗ് ആവുമ്പോ എല്ലാം ഭഗവാന്റെ ആയിരിക്കും, കൃഷ്ണന്റെയും അതുപോലെ ശിവകുടുംബം, അങ്ങനെ പിന്നെ മഹാവിഷ്ണുവിന്റെ അനന്തശയനം, അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടിട്ട് സ്വയം വരച്ച് ചെയ്തതാണ്. ഒരു സന്തോഷം. അടുത്ത കാലത്ത് ചെയ്യാൻ തുടങ്ങിയത് റിയലി അപ്രീഷിയബിൾ. താങ്ക് യു. വളരെ നല്ലൊരു കളക്ഷനാണ്. ഇനിയും അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. സന്തോഷം. നന്നായിട്ടുണ്ട്. ചെയ്യാം. മുന്നോട്ട് പോകാം. പാർവതിജിയുടെ ഒരു ദേവീസ്തുതി കേൾക്കാം. പാർവതി മേനോൻജി. ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാസുരാവൻഹി പുരോഗമാസ്താം കാത്യായനീം തുഷ്ടൂരിഷ്ടലാഭാത് വികാശി വക്ത്രാബ്ജ വികാസിതാശാ ദേവി പ്രപന്നാർത്തിഹരേ പ്രസീദ പ്രസീദ മാതർജഗതോഖിലസ്യ പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം ത്വമീശ്വരീ ദേവി ചരാചരസ്യ ആധാരഭൂതാ ജഗതസ്ത്വമേകാ മഹീസ്വരൂപേണ യതഃ സ്ഥിതാസി അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതത് ആപ്യായത്തെ കൃഷ്ണമലംഘ്യ വീര്യേ ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസി മായാ സമ്മോഹിതം ദേവി സമസ്തമേതത് ത്വം വൈ പ്രസന്നാ ഭുവി മുക്തിഹേതു സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗദേ ദേവി നാരായണി നമോസ്തുതേ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ ഹംസയുക്തവിമാനസ്തേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംഭക്ഷരികേ ദേവി നാരായണി നമോസ്തുതേ ശംഖചക്രഗദാശാർഗഗൃഹീതപരമായുധേ പ്രസീദ വൈഷ്ണവീരൂപേ നാരായണി നമോസ്തുതേ നൃസിംഹരൂപേണോഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണസഹിതേ നാരായണി നമോസ്തുതേ ശിവദൂതീ സ്വരൂപേണ ഹതദൈത്യമഹാബലേ
ഘോരരൂപേ മഹാരാവേ നാരായണി നമോസ്തുതേ. അമേ നാരായണ. ജയ ശ്രീകൃഷ്ണ. വളരെ ജയ് മനോഹരമായിട്ട് പറഞ്ഞു. ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. ശ്രീലതാജി. जय श्री कृष्ण. ओम पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणी. नमोऽस्तु ते व्यासविशालबुद्धे पुल्लारविन्दाय तवत्र नेत्रा येन त्वया भारततैलपूर्णः प्रज्वालितो ज्ञानमयप्रदीपः प्रपन्नपारिजाताय ത്രോതവേ ത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഃഖം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं. ജയ് ശ്രീകൃഷ്ണ. ടൈം 1.5 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു 5 ശ്ലോകം. വളരെ വളരെ നന്നായിരുന്നു. ഇനി നമ്മുടെ ഈ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഇതാണ് എക്സ്പീരിയൻസ് ഷെയറിങ്. എല്ലാവർക്കും പറയാം, നിങ്ങളുടെ ഈ L1 ക്ലാസ്സിൽ ചേർന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ്. റിക്വസ്റ്റ് ഉണ്ട്, ആ റിയാക്ഷനിൽ പോയിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ അവരെ അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ആർക്കും ഒന്നും പറയാനില്ലേ? 20 ഓക്കെ. സീമ രാമദാസ് ജി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സീമാജി നമസ്കാരം. ഹരി ഓം. ക്ലാസ്സസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. ശരിക്കും ഗീത ഇങ്ങനെ പഠിക്കണം എന്ന് കുറെ കാലമായിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ ഈ ലളിത സഹസ്രനാമം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് അവിടെയുള്ള ഒരു ടീച്ചർ പറഞ്ഞു, അങ്ങനെയാണ് ഈ ഗീതാ പരിവാറിന്റെ ലിങ്ക് കിട്ടിയിരുന്നത്. അപ്പൊ ഇങ്ങനെ ജോയിൻ ചെയ്തപ്പം എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവാന്നൊക്കെ ജസ്റ്റ് എന്തായാലും അങ്ങനെ ജോയിൻ ചെയ്തു. പക്ഷെ എന്തായാലും ക്ലാസ്സസ് ഈ കഴിഞ്ഞ 12ാമത്തെയും 15ാമത്തെയും ചാപ്റ്റർ അതെല്ലാം വായിക്കാൻ നന്നായിട്ട് പഠിച്ചു. ഇങ്ങനെ എല്ലാ ദിവസവും അത് ഉരുവിടുന്നുണ്ട്. വളരെ ഇഷ്ടപ്പെട്ടു. എടുത്ത രീതിയും ഇഷ്ടമായി. പ്രത്യേകിച്ച് പ്രീത മാഡവും പിബിനാജിയും ഒക്കെ തന്നെ നല്ല ക്ഷമയോടുകൂടെ എല്ലാം ചൊല്ലിടതിലൊക്കെ തെറ്റുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഗോപിനാഥ് ജി എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന വിധവും വളരെ സൗമ്യതയോട് കൂടിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്കിങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇനിയിപ്പം ഇത് 2 പഠിച്ച് ഇനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ. അപ്പൊ ഇന്നിപ്പം ക്ലാസ് ഒക്കെ എടുത്ത് സംസാരിച്ചപ്പം എനിക്ക് ബോധ്യപ്പെട്ടു എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യണം, ഗീത മുഴുവനും പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാനൊരു റിസോൾട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം എന്തായാലും താങ്ക്സ് എല്ലാവരോടും. താങ്ക്സ് ഗീതാ പരിവാർ കുടുംബത്തിനോടും. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം. ഷുവർ മാം. സുമ നായർ ജി. ജയ് ശ്രീകൃഷ്ണ. എനിക്ക് ഒത്തിരി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ക്ലാസ് എല്ലാം നന്നായിരുന്നു. കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. അല്ല, എനിക്ക് ഒത്തിരി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ക്ലാസ് എല്ലാം നന്നായിരിക്കുന്നു. നല്ലപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട്, നല്ലതായിട്ട് ചെല്ലാൻ പറ്റുന്നുണ്ട്. അപ്പോ ആദ്യം ഞാൻ വിചാരിച്ചായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ചെല്ലാൻ പറ്റുമോ, പേടിയുണ്ടായിരുന്നു കുറച്ച്. ഇപ്പം പേടി മാറി. പിന്നെ എനിക്ക് പറഞ്ഞു തന്നെ അന്ന് പരിചയ സത്രത്തിൽ പറയാൻ മറന്നുപോയതാണ്. പെട്ടെന്ന് അന്ന് പറയാൻ ഒരു വിഷമം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറയാൻ പറ്റില്ല. അന്ന് പെട്ടെന്ന് അങ്ങ് നിർത്തി കളഞ്ഞായിരുന്നു.
എനിക്ക് ഇത് ഗീതാ പരിവാറിലുള്ള തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്ത് ചേർന്നത്. അപ്പം അത് കാരണം എനിക്ക് നല്ലതായിട്ട് പഠിക്കാനായി. ഇപ്പൊ എന്തായാലും ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. ശ്രീദേവി മേനോൻജി. ജയ് ശ്രീകൃഷ്ണ. ഞാൻ ഈ ശ്രീകൃഷ്ണ. ലിങ്ക് ജയ് ശ്രീകൃഷ്ണ. എനിക്ക് ഈ ലിങ്ക് തന്നത് എൻ്റെ ഒരു കസിനാണ്. ഇത് സത്യത്തിൽ ഞാൻ ഈ ഭഗവത്ഗീത ഇങ്ങനത്തെ സ്പെല്ലിംഗ് പറഞ്ഞ് വീഡിയോ ഓൺ ചെയ്തോളൂ. സത്യത്തില് ഈ ഭഗവത്ഗീത നമ്മൾ ഇങ്ങനെയല്ല വായിക്കുക. അതിനിപ്പോ അത് ശരിക്കും വായിക്കാനും അതിന്റെ പ്രൊനൗൺസിയേഷനൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് എന്റെ മൈൻഡിനും എല്ലാത്തിനും ഒരു എന്താ പറയാ ഒരു വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. സത്യത്തിൽ ഇതിലൊന്നും എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. വീട്ടിലെല്ലാവരും ഈ ഭഗവത്ഗീത രാമായണം വച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ മാത്രം അതിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഇപ്പൊ എല്ലാം അനുഭവമായിട്ട് വന്നു. മനസ്സും എല്ലാ കാര്യങ്ങളും ഒരു സന്തോഷമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തെറ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. വിളിക്കാറുണ്ട്. എനിക്ക് വിളിച്ചു ചോദിക്കാറുണ്ട്. പിന്നെ മനത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഓക്കെ. ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. ഞാൻ അംബികാജി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അംബികാജി. താങ്ക് യു. ഞാൻ റിട്ടയർ ചെയ്തത് ഈ വർഷമാണ്. അപ്പൊ എനിക്ക് എന്താ ചെയ്യാ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. എനിക്ക് പറയാൻ വാക്കുകളില്ല ഇങ്ങനെ ഒരു ട്രിപ്പിന് ചേരാൻ പറ്റിയത്. നന്നായി ക്ലാസ് നന്നായി എടുക്കണുണ്ട്. നമുക്ക് എല്ലാം കൃത്യമായിട്ട് എല്ലാ കറക്ഷൻസും പറഞ്ഞു തരുന്ന ബിപിനാജിക്കും നമ്മളെ പഠിപ്പിക്കുന്ന പ്രീതാജി എല്ലാവർക്കും വളരെയധികം നന്ദി. ഗോപിനാഥൻജി ആയാലും അനിതാജി വളരെ എന്താ പറയാ എനിക്ക് ഭയങ്കര ഒരു അടുപ്പം തോന്നി അനിതാജിയോട്. അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിരുന്നേ. അതിന്റെ പേരിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാവരും നല്ല ആ ഒരു അടുപ്പം, ഭയങ്കര ഒരു അടുപ്പം. ഇതിനു മുമ്പ് ഒരു സൂം മീറ്റിങ്ങില് ഞാൻ പലതിലും ചേർന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സൂം മീറ്റിങ്ങില് ഇത്രയും അറ്റാച്ച്മെന്റ് വന്നൊരു എനിക്ക് ആദ്യമായിട്ടാണെന്ന് ഞാനിപ്പോ ഇതിൽ പറയുന്നു. എന്താന്ന് വെച്ചാൽ ഗീത ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെയധികം നന്ദി. സർവം കൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണാർപ്പണമസ്തു. ശ്രീലതാജി. ജയ് ശ്രീകൃഷ്ണ. ഞാൻ എൻ്റെ ഒരു കസിനാണ് എനിക്ക് ഇതിന്റെ ലിങ്ക് തന്നത്. ഞാൻ അതിനകത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ആദ്യമേ രജിസ്റ്റർ ചെയ്തു. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതില് പങ്കെടുക്കുന്നത്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് അത്ര ഇനിഷ്യൽ സ്റ്റേജിൽ എനിക്ക് ഒരുപാടങ്ങ് ഇൻട്രസ്റ്റ് അത്രയും ഒന്നും വന്നില്ല. അപ്പൊ ഞാൻ ആദ്യമൊക്കെ കുറെ ക്ലാസ്സുകളിൽ എനിക്ക് ഇടയ്ക്ക് വരാനും സാധിച്ചില്ല. പിന്നെ ഞാൻ ആദ്യം അങ്ങനെ അതൊരു നിർബന്ധമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് ആദ്യത്തെ 12ാം ചാപ്റ്റർ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. അത് കഴിഞ്ഞ് 12ാം ചാപ്റ്ററിൽ ടെസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഒരു ദിവസം അത് ലാസ്റ്റ് ഡേ ആയിരുന്നു ഞാൻ പഠിച്ചിട്ട് രാത്രിയാ ഞാൻ അത് ഒരുപാട് പ്രാവശ്യം കേട്ട് രാത്രിയാ അത് ഞാൻ ലോഡ് ചെയ്ത്. അത് കഴിഞ്ഞ് പിന്നെ തൊട്ട് എനിക്കത് അങ്ങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അതിന് വേണം എന്ന് പറഞ്ഞ് 15ാം അധ്യായത്തില് എല്ലാ ക്ലാസ്സിലും ഞാൻ വന്നു. ഇപ്പൊ എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ എല്ലാവരും പറഞ്ഞു തരുന്നവരും എല്ലാവരും വളരെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കറക്ഷൻസ് ആയാലും വളരെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ സംസ്കൃതം ആയതുകൊണ്ട് നമുക്ക് ഒട്ടും വശമില്ലാത്ത ഒരു ഭാഷയാണ്. അപ്പം അർത്ഥമൊക്കെ അതിനകത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ കുറച്ചുകൂടെ തിരിച്ച് റിവൈസ് ചെയ്താലേ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അർത്ഥമൊക്കെ മനസ്സിലാവുള്ളൂ. പക്ഷെ ഉച്ചാരണവും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഒരു വളരെ വലിയ ഭാഗമാണ്. അത് നിർത്തി അങ്ങനെ ഉച്ചരിച്ചാലേ ഉള്ളൂ നമുക്കത് അർത്ഥം മനസ്സിലാക്കി ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഭാവിയില്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ഇനിയും അത് മുന്നോട്ട് പോകാനുള്ള താല്പര്യമുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം.
തീർച്ചയായിട്ടും മുമ്പോട്ട് പോണം. തീർച്ചയായിട്ടും. രാധ രവീന്ദ്രനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? അവര് അന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക് എങ്ങനെയാണ് മെസ്സേജ് ഇടേണ്ടത്, ചാറ്റ് ബോക്സിൽ ഇടേണ്ടത് കേട്ടോ. കൈ പൊക്കിയാൽ കാര്യമില്ല, കൈ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ കാണില്ല. ജയ് ശ്രീകൃഷ്ണ. രവീന്ദ്രനെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജയ് ശ്രീകൃഷ്ണ. ഭയങ്കര സന്തോഷം. ഈ ഗീതയിലെ ഉള്ളവരെ ആദ്യം തന്നെ ഞാൻ പറയാം, ഞങ്ങളെ കൈപിടിച്ച് നടത്തിയിരിക്കുന്ന അവരെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഒരിക്കലും എനിക്ക് മറക്കുകയും വേണ്ട. അത്രേ എനിക്ക് ഒരു നന്ദി ഉള്ളിൽ ഇങ്ങനെ തട്ടി പറയാണ്. നമ്മൾക്ക് കൊച്ചു കുട്ടികളെ പോലെ ഓരോ വാക്കും ഇങ്ങനെ പറഞ്ഞു തന്ന് എവിടെയാണ് തെറ്റെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരാൻ അതൊരു ഭയങ്കര കഴിവെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താ പറയുക, ആ തെറ്റുകൾ എവിടെയാണ് എന്റെ തെറ്റുകൾ എന്ന് നോക്കി ആ അക്ഷരം പിന്നത്തെ തവണ തിരുത്താൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രമിക്കാറുണ്ട്, നല്ലോണം വായിച്ചു പഠിക്കാറുണ്ട്. വീട്ടില് ഗീതയുടെ ഒരു മയം തന്നെയാണ് ഇപ്പൊ. എവിടെ നോക്കിയാലും ഗീതയുടെ ഇത് കേൾക്കാൻ എപ്പോഴും ഇങ്ങനെ പഠിക്കലും എടുക്കലും പേപ്പറുകളും പുസ്തകങ്ങളും. ഭർത്താവിനെ ചോദിക്കുന്നുണ്ട്, ഇത് എവിടെ നോക്കിയാലും ഈ പേപ്പറും പുസ്തകവും തന്നെയാണല്ലോ എന്ന്. അത്രയും ഇഷ്ടമാണ് ഗീത. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഉള്ളില് ഇത്രയും ആൾക്കാർ ഇവിടെ അവതരിപ്പിച്ചപ്പോ ഇത്രയും കഴിവുകൾ നമ്മൾക്കുണ്ടല്ലോ, ഇതൊന്ന് പുറത്തെടുക്കാനുള്ള ഒരു അവസരം തന്ന് ഇവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും എന്തൊരു കഴിവാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഉള്ളിലുള്ള ആ നിധിനെ ഒന്ന് പുറത്തെടുക്കാൻ ഒരു അവസരം തന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താ, നമ്മളുടെ തെറ്റുകൾ എപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇനി എന്താ എന്റെ തെറ്റുകൾ തിരുത്തണ്ടേ? എനിക്ക് തെറ്റുകൾ ഉണ്ടല്ലോ, എവിടെയാണ് ആ തെറ്റുകൾ? അത് ചൂണ്ടിക്കാണിക്കാൻ ഭഗവാൻ ഇങ്ങനെ എനിക്ക് കാണിച്ചു തരികയാണ്. ഇപ്പോഴേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ എന്റെ കാര്യത്തിലല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് എന്റെ തെറ്റുകൾ ഉണ്ടാവും, പക്ഷെ അതും തിരുത്തണം എന്നുള്ളൊരു ചിന്തയില് എന്നെ മുമ്പോട്ട് പോകുമ്പോ പക്ഷെ എനിക്കത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഇതിൽ നിന്ന് ഈ ഗീതയിൽ വന്നപ്പോ എനിക്ക് മനസ്സിലായി, ആദ്യം അവന്റെ തെറ്റുകൾ തിരുത്തിയിട്ട് നമ്മളെ ഒരിടത്തേക്ക് ആക്കിയിട്ട് മതി ബാക്കിയുള്ളിടത്തേക്ക് പോവാൻ. അപ്പൊ ഒരു നല്ലൊരു സമയവും ഈ ഒരു സമയം ഞാൻ തിരഞ്ഞെടുത്തത് തന്നെ എനിക്കും ഉപകാരമാവണം, മറ്റുള്ളവർക്കും എന്നെ കൊണ്ട് എന്തെങ്കിലും ഈ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. പിന്നെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് വലിയ പഠിത്തമൊന്നും എനിക്കില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ. അപ്പൊ ഇംഗ്ലീഷിലുള്ള ആ വ്യാഖ്യാനവും ഹിന്ദിയിലുള്ള വ്യാഖ്യാനവും എനിക്കതങ്ങനെ മനസ്സിലാവാറില്ല. ബാക്കിയുള്ള ഗീതയുടെ എല്ലാ ഇതും ഞാൻ സത്സംഗങ്ങളെല്ലാം ഞാൻ കേൾക്കാറുണ്ട്, പോവാറുണ്ട്. പക്ഷെ ഇതും കൂടി, ഇതിൽ നിന്നും കൂടി ഇവരെന്താ പറയുന്നതെന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാന്നുണ്ട്. അതെങ്ങനെയാ, അതെനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്രയും വ്യാഖ്യാനിച്ച് പറയാനുള്ള അത് ബുദ്ധിമുട്ടാന്ന് നമുക്കറിയാം. ഇപ്പൊ ഈ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ അതിനൊരു രണ്ടർത്ഥങ്ങൾ ഉണ്ടാവും, നമ്മൾ ഒരർത്ഥം മാത്രമല്ലല്ലോ. അപ്പൊ അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് കാരണം ഞാൻ അത് കേൾക്കാറില്ല. പിന്നെ ഇത് ഞാൻ ഇത്ര നാളും വിചാരിച്ചു ഈ രണ്ടിലും നിർത്തുമായിരിക്കും, എന്താ ഇനി ബാക്കി, ആരുമായിട്ടുള്ള ഒരു പരിചയവും ഇല്ല. പക്ഷെ ഇത് വീണ്ടും തുടർന്നും പഠിക്കണം എന്നുണ്ട്. ഇത് വീണ്ടും തുടരുകയാണെന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷം, എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഇതിലുള്ള എല്ലാവരും ഇത് തന്നെ, ഈ ഒരു കുടുംബത്തിൽ തന്നെ കൂടി പോവാന്നാണ് എന്റെയും ചിന്ത. വേറെ സമയമൊന്നും മാറാതെ നമ്മൾ എവിടെയാ നിൽക്കുന്നത് അതിൽ നിന്ന് തന്നെ മുമ്പോട്ട് പോവാന്നുള്ളതാണ് എന്റെ ചിന്ത. പിന്നെ മാഡത്തോടും മാതാജിയോടും, ഈ മാതാജിയുടെ പേരറിയില്ല എനിക്ക്, അപ്രീത മാതാജി, ഗോപിനാഥൻ പ്രഭു, എല്ലാവർക്കും കോടി പ്രണാമം. ഇനിയിപ്പൊ നിങ്ങളൊക്കെ മാറുന്നത് പറയുമ്പോ നമ്മൾക്ക് ഉള്ളിലൊരു സങ്കടമുണ്ട്, ഇനി ഡെൽറ്റയിലേക്ക് പോകുമ്പോ മാറി വരിക എന്ന് പറഞ്ഞ. നന്ദി, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കുന്നതല്ല. ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. ഇപ്പൊ ഞാനില്ലെങ്കിലും ഇപ്പൊ അടുത്ത ഗ്രൂപ്പ് ലെവലില് ഇതിലും നല്ല ടീച്ചേഴ്സ് ആയിരിക്കും, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഓക്കെ മാതാജി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എക്സ്പീരിയൻസ് സ്വയം അൺമ്യൂട്ട് ചെയ്യാം. റീതാജി, ഫിബിനാജി, അനിതാജി, എല്ലാവരും നിങ്ങള് ഗോപിനാഥൻജി, എല്ലാവരും നിങ്ങളുടെ മെസ്സേജ് അവർക്ക് കൊടുക്കും. പ്രീതാജി. ജയ് ശ്രീകൃഷ്ണ. ഞാൻ ഈ ലെവലില് വന്നത് ലതികാജി കാരണം തന്നെയാണ്. ഞാൻ പഠിച്ചത് ഇംഗ്ലീഷിലായിരുന്നു, ഇംഗ്ലീഷ് ഫാക്കൽറ്റിയിലായിരുന്നു. പക്ഷെ എന്തോ അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയൊന്ന് മലയാളത്തിൽ വരണമെന്ന്. അന്ന് വന്നത് ലതികാജിയുടെ മുമ്പിലാണ് എത്തിയത്. അത് ഭഗവാൻ തന്നെ എത്തിച്ചതായിരിക്കണം.
എന്നാണ് എനിക്ക് തോന്നുന്നത്. ലതികാജിയാണ് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ട് എക്സാം ഒക്കെ ചെയ്തിട്ട് ഈ ലെവലിൽ വന്നത്. അതുപോലെ നിങ്ങളും ഇപ്പൊ ഇതിലും ഈ ഗ്രൂപ്പിൽ എൻ്റെ ക്ലാസ് നല്ല സാധകരായിരുന്നു. എല്ലാവരും നല്ല പോലെ ചൊല്ലുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും 18 അധ്യായവും പൂർത്തിയാക്കണം. അതിനിടയിൽ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് പറ്റും. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും പഠിച്ച് എക്സാം ചെയ്തിട്ട് ഇതുപോലെ 4 ലെവലിലും പൂർത്തിയാക്കിയിട്ട് ചെയ്യണം. ബിബിനാജി, മാമിന്റെ ആ ഒരു എന്താ പറയാ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് പാസ്സാവാൻ പറ്റിയത് എനിക്ക്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇതാ നിങ്ങൾക്കും അതൊക്കെ പറഞ്ഞു തരാനുള്ള ഒരു അവസരം ഉണ്ടായി. ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം. ലതിക മാമിനെ ഗുരുവായിട്ട് കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പിന്നെന്താ ഇങ്ങനെ പോണേ. ഇനിയുള്ളത് എനിക്ക് അടുത്ത് പഠിച്ച് പാസ്സാവണം എന്നുണ്ട്. പക്ഷെ ബൈഹാർട്ട് കുറെ ഗ്യാപ്പായി പോയി. അപ്പൊ പഠിച്ചത് തന്നെ പിന്നെയും മറന്നു. അത് വീണ്ടും പഠിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. എന്നാലും പാത്തൊക്കെ പഠിക്കണം, തുടങ്ങണം. കുറച്ചും കൂടെ 1 മാസം കൂടെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് എന്തായാലും ഗീതാ പരിവാർ വിട്ടിട്ടൊരു ഇതില്ല. അതിൽ തുടർന്ന് തന്നെ പോകണം. L3 ഇനി ഒന്നുകൂടെ ജോയിൻ ചെയ്യണമെന്നുണ്ട്. L3 L4 ഒന്നുകൂടെ എനിക്ക് ഇതാവാനുണ്ട്. അപ്പൊ മാമിന്റെ ക്ലാസ് തന്നെ കിട്ടുമെന്ന് വിചാരിക്കാല്ലേ. എല്ലാവരും നല്ലോണം ക്ലാസ് എടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റിയത്. നല്ലോണം മനസ്സിലാക്കാനും ഒക്കെ പറ്റിയത്. ജയ് ശ്രീകൃഷ്ണ. എല്ലാവർക്കും നന്ദി. ജയ് ശ്രീകൃഷ്ണ. ലതികാജി എന്തെങ്കിലും പറയാനുണ്ടോ? 1 മിനിറ്റും കൂടി ഉള്ളൂ ഈ സെഷൻ. നമ്മുടെ 3ാമത്തെ സെഷനാണ് കംപ്ലീറ്റ് ആവുന്നത്. ഇല്ല ഞാനിങ്ങനെ കേൾക്കുന്നതാണ്. ഒന്നും പറയാൻ അനിതാജി ഞങ്ങൾ പറഞ്ഞു. എനിക്ക് ഒരുപാട്, ഞാൻ ഈ ഗ്രൂപ്പിനോട് കൂടി L2 മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ തന്നെ കാണും. അപ്പൊ അവരുടെ പ്രോഗ്രസ് ഒക്കെ എനിക്ക് കണ്ടിന്യൂസ് കാണാൻ സാധിക്കും. നമുക്ക് അപ്പൊ ആക്ച്വലി നമുക്ക് നിർത്താൻ പറ്റില്ല. എൻഡിങ് പ്രയർ അല്ലാണ്ട് എൻഡിങ് പ്രയർ പ്രഭാ ഗണേഷ് ജി സമയം. പ്രഭാ ഗണേഷ് ജി എൻഡിങ് പ്രയർ. ഓക്കെ. യോഗേശം സച്ചിദാനന്ദം വാസുദേവം വ്രജപ്രിയം ധർമ്മ സംസ്ഥാപകം വീരം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ശ്രീകൃഷ്ണം വന്ദേ ജഗദ്ഗുരും സർവം